നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓവറി അഥവാ അണ്ഡാശയം, ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൻ്റെ ചികിത്സയും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവേദി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണുമെന്ന് തന്നെ കരുതുന്നു. ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് തന്നെ ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൻ്റെ ചികിത്സകളും എന്തൊക്കെയാണ് എന്നുള്ള ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ, എന്താണ് ഓവറി, ഓവറിയുടെ ഫംഗ്ഷൻ എന്താണ്, ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? എനിക്കൊന്ന് ഇത് മൂന്നും ഒന്ന് ഇൻട്രൊഡക്ടറി ആയിട്ടൊന്ന് കവർ ചെയ്താൽ നല്ലത്. എല്ലാവരും ഈ ഓവറി എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് പോലും ഓവറി എന്ന് ഉള്ള വാക്കറിയാം. ഇപ്പോൾ ഗർഭാശയം എടുത്തോ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എടുത്തു, അണ്ഡാശയം അഥവാ അണ്ഡാശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലാവുമെന്ന് വെച്ചാൽ പ്യുവർ മറ്റേ സയൻറ്റിഫിക് വേർഡല്ലേ. ഓവറി ഇപ്പോൾ എല്ലാവർക്കും ഓവറി എന്ന് പറഞ്ഞറിയാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും അറിയേണ്ടത്, പലർക്കത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ എത്ര ആണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഫങ്ഷൻ എന്താണ്, അപ്പോൾ അതെന്ത് ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉള്ള അവയവങ്ങളിലൊന്നാണ് ഓവറി. ഗർഭപാത്രം പോലെ തന്നെ ഓവറി, ട്യൂബ്, ഇത് ഇത്രയാണ് സ്ത്രീ അവയവങ്ങളെന്ന് പറയുന്നത് ഉള്ളിൽ. അപ്പോൾ ഓവറി എന്ന് പറയുമ്പം 2 എണ്ണം ഉണ്ട്. ഗർഭപാത്രം 1 നടുക്ക്, 2 സൈഡിലും ഓവറി, 2 സൈഡിലായിട്ട് ഓവറി വരും. ഇത് ഗർഭപാത്രം ഒരു ഇച്ചിരി വലിയൊരു സംഭവമാണ്. ഒരു 6 സെൻറ്റിമീറ്റർ വരുന്ന ഒരു വലിപ്പമുള്ള ഒരു മസിൽ കൊണ്ടുള്ള ഒരു നമ്മുടെ പിയർ ഷേപ്ഡ് ഓർഗൻ എന്ന് പറയും. ഇങ്ങനെ വന്നിട്ട് താഴോട്ട് കൂർത്തിട്ട്, പിയർ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? പിയർ എന്നുള്ള ഫ്രൂട്ടിൻ്റെ അതുപോലെ ഇരിക്കും. മലയാളത്തിൽ പെട്ടെന്ന് സാധാരണക്കാർക്ക് സബർജില്ലി എന്നൊക്കെ പറഞ്ഞൊരു ഫ്രൂട്ട് കിട്ടൂല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സെയിം എക്സാക്ട്ലി അതുപോലെ ഇരിക്കും. നമ്മുടെ ക്യാമറ ആയിട്ട് ആപ്പിളിൻ്റെ അറ്റം ഇങ്ങനെ കോർത്തിരുന്ന അങ്ങനെ ഇരിക്കും അതുപോലെ. സോ പിയർ എന്നുള്ള ഫ്രൂട്ടാണ്. ബുക്സൊക്കെ എഴുതിയത് മറ്റേ ഇംഗ്ലീഷ്മെൻ ആയത്, നോട്ട് ഇംഗ്ലീഷ്മെൻ ഇൻ ദ സെൻസ് ഹൂ റൈറ്റ്സ് ബുക്സ് ഒക്കെ ഇൻ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ബേസിക്കലി അവരെ വന്നിട്ട് പിയറുമായിട്ട് യൂസ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ സബർജില്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെയല്ലേ എന്നെ പറയണേ, അതുപോലെ ഇരിക്കും. അത് ഇങ്ങനെ വന്നിട്ട് കുർത്ത് ഇരിക്കില്ലേ അറ്റത്ത്, സെയിം. അപ്പോൾ ആ കൂർത്തിരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ സർവിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെ ഫങ്ഷൻസ് ഉണ്ട്. അത് തുറന്നു കൊടുത്താലേ കുട്ടി പുറത്തോട്ട് വരുള്ളൂ. അതാണ് ഗേറ്റ് വേ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത്. സോ ഇത് ഗർഭപാത്രം, ഇത് ഒന്നേ ഉള്ളൂ. 2 സൈഡിൽ ഓവറി 2 എണ്ണം ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് എന്ന് പറയുന്നതിൽ മിക്കവാറും എല്ലാം 2 വെച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഒരു രസം, നമ്മളെ ക്രിയേഷൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കിഡ്നി 2 ഉണ്ട്, ലങ്സ് 2 ഉണ്ട്. ബിക്കോസ് ശ്വാസം ഇല്ലെങ്കിൽ പോയി, അതോടെ ശ്വാസം പോയി എന്ന് പറയുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിലും മറ്റേത് ഫങ്ഷൻ ചെയ്യണം. അതേപോലെ ഒരു സ്ത്രീക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനിൽ ഒന്ന്, സ്ത്രീ അവയവങ്ങളിൽ, സ്ത്രീ ഓർഗൻസിൽ ഓവറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നായിട്ട് വെച്ചാൽ പറ്റത്തില്ല. അത് ചെറിയ സാധനമാണ്. ഒരു 2 to 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ അത്രേ ഉണ്ടാവുള്ളൂ. വൈറ്റ് കളറാണ്, 2 സൈഡിലും പ്യുവർ വൈറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള. നമ്മളെങ്ങനെ യൂട്രസ് ഗർഭപാത്രം മസിൽ കൊണ്ടുള്ള ഇച്ചിരി വലിയൊരു ഇത് പറഞ്ഞോ, അതേപോലെ ഇത് ചെറിയ ഒരു രസഗുല്ലയുടെ പോലെ ഇരിക്കും. ലൈക്ക് മറ്റേ പറഞ്ഞാൽ കേക്ക് രസമുള്ള കാര്യം. അപ്പം ദറ്റ് ഈസ് നോട്ട് ദറ്റ് റൗണ്ട് രസഗുല്ല, ഇങ്ങനെ മറ്റേ ചീച്ചി എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള അതേപോലെ ഇരിക്കും, വൈറ്റ് കളറിൽ അതേ സോഫ്റ്റ് 2 എണ്ണം 2 സൈഡിലിരിക്കും.
സോ അത് ഒരു 2 to 3 സെൻറ്റിമീറ്റർ അത്രേ വരുള്ളൂ. ഈ കുറച്ച് നീളത്തിൽ വൈറ്റായിട്ട് സോഫ്റ്റാണ്, മസിൽസ് ഉള്ളതല്ല, സാധാരണ ടിഷ്യൂ ആണത്, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇത്രയും ചെറിയതാണെങ്കിലും ഈ പറഞ്ഞുള്ള ചെറുതാണെങ്കിലും ഭയങ്കര ഇത് ജോലികൾ ചെയ്യുന്നൊരു സംഭവമാണ്. ഇത്രയേ ഉള്ളൂ ആൾ. പക്ഷേ ഒരു സ്ത്രീയായിട്ട് നിലനിർത്തുന്നത് ഈ ഓവറിയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഹോർമോണുകൾ തലച്ചോറിൽ നിന്നേ തുടങ്ങി സ്ത്രീ ഹോർമോണുകളുടെ ഉണ്ടാക്കാനും അത് ഉണ്ടാവാനായിട്ട് പ്രേരിപ്പിക്കാനും, ദറ്റ് ഈസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയും, പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഹോർമോൺസ്, ഇതെല്ലാം തലച്ചോറിൽ നിന്ന് തുടങ്ങും. ദറ്റ് ഈസ് തലച്ചോറിൻ്റെ പല ഭാഗത്തും നിന്ന് ഒന്നിലേക്ക് സിഗ്നൽസ് പോയിട്ട് അത് പിന്നെ പിറ്റ്യൂട്ടറി എന്നുണ്ട്, അതിൽ നിന്ന് വരും. പിന്നെ ഈ തലച്ചോറിൻ്റെ ബാക്കിലൊരു ചെറിയ ഗ്ലാൻഡ് ഉണ്ട്, ഗ്രന്ഥി, പിറ്റ്യൂട്ടറി. സോ അവിടെ നിന്ന് സ്ത്രീ ഹോർമോണുകൾ വരും. ദെൻ ഇതെല്ലാം തൈറോയിഡിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഇത് കിഡ്നിയുടെ മുകളിൽ ചെറിയ ഇതുണ്ട്. സോ ഒരു സ്ത്രീയായിട്ട് നിലനിർത്താൻ ഒരു 10-14 ഹോർമോണിൻ്റെ ആവശ്യമുണ്ട് ഒരു പീരിയഡ്സ് വരാൻ. നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ആയിട്ട് ഒരു പീരിയഡ്സ് വന്നു പോയി അങ്ങനെയല്ല. ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഒന്ന് ഈ മോളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്ന ഒരെണ്ണമെങ്കിലും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ ഡിഫറൻസ് അറിയാം. ഒന്നീ മാസത്തിൽ 2 വട്ടം പീരീഡ് വരും, അല്ലെങ്കിൽ മാസങ്ങളോളം പീരീഡ് വരത്തില്ല. സോ ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഫൈനലി എഫക്റ്റ് ചെയ്ത് ഫൈനൽ ഇഫക്റ്റ് ആരുടെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ലെവൽ വർക്ക് ചെയ്യുന്നത് ഓവറിയാണ് നേരിട്ട് ഹോർമോണിനെ എല്ലാ മോളിൽ നിന്നുള്ള മാസ്റ്റേഴ്സൊക്കെ ഇത് ചെയ്യുമെന്ന് പറയുമ്പോഴും ലാസ്റ്റ് ലോവസ്റ്റ് ലെവൽ വർക്കേഴ്സ് ആയിരിക്കും യഥാർത്ഥ ജോലി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓവറി. അവരെല്ലാം ഇത് കൊടുക്കുകയുള്ളൂ, ഓർഡേഴ്സേ ഉള്ളൂ, മോളിൽ നിന്ന് തലച്ചോറ് തൊട്ടുള്ള എല്ലാ ഗ്ലാൻസും ഗ്രന്ഥികളൊക്കെ. പക്ഷേ ഓവറിയാണ് ഫൈനലി ഈ സമയത്ത് ഇന്ന ഹോർമോൺ വേണം, എന്നാലേ യൂട്രസിന് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. അപ്പോൾ യൂട്രസിനകത്ത് അങ്ങനെ ഒരു വളർച്ച തുടങ്ങും. ഇപ്പോൾ പീരീഡ് തന്നെ ആവണമെങ്കിൽ ഒരു ഫസ്റ്റിൽ ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺ വേണം. അത് മോളിൽ നിന്ന് അതിൻ്റെ ഫങ്ഷൻ ആദ്യത്തെ 14 ദിവസം. എന്തുകൊണ്ടാണ് ഒരു പീരിയഡ്സ് 28 ഡേ സൈക്കിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഈ നിലാവ് പോലെയാണ്. ഇത്രയും ദിവസം പൗർണമി, ഇത്രയും ദിവസം ആകുമ്പോഴത്തേക്കും അമാവാസി, അങ്ങനെ വരുന്നില്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഫസ്റ്റ് 14 days വിൽ ബി ആക്ച്വലി ഇതെല്ലാം റിലേറ്റഡ് ആണ്. നമ്മുടെ കോസ്മോസുമായിട്ട് യൂണിവേഴ്സുമായിട്ട് അതിൻ്റെ അട്രാക്ഷൻസുമായിട്ട് ഓവറി വളരെ റിലേറ്റഡ് ആണ്. അത് ഓവുലേഷൻ ഉണ്ടാക്കുന്നവർ ഇതൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് ഓരോന്നൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. ഈ മൂണിൻ്റെ അട്രാക്ഷൻ കൂടുമ്പോൾ മൂൺ തേയണതും മറ്റേ പൗർണമി ആ ഒരു സമയത്തൊക്കെ ആക്ച്വൽ കോസ്മിക് അട്രാക്ഷൻ, ആ സമയത്ത് പ്രസവ വേദനയൊക്കെ വരുന്നവരുണ്ട്. എത്രയോ പണ്ടത്തെ ആളുകൾ പറയും ഇത് അമാവാസ എടുക്കുന്നു, പൗർണമി എടുക്കുന്നു, അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ പ്രസവം നടക്കാൻ, നേരത്തെ നടക്കാൻ. ഇറ്റ് ഈസ് ഓൾ ആൻ അട്രാക്ഷൻ, കോസ്മിക് അട്രാക്ഷൻ. അത് ഓവറിയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെയൊക്കെ ഭയങ്കരമായ തിയറീസൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് എ യൂണിവേഴ്സിൽ അത് ഒരു വേറെ സൈഡിൽ പോയിക്കൊണ്ടിരിക്കണം. സയൻറ്റിഫിക്കലി ഓവറിയാണ് ഫൈനൽ ടാർഗറ്റ് ഓർഗൻ. അതാണ് 14 ദിവസം യൂട്രസിനോട് പറയും ഇന്ന സംഭവങ്ങൾ ഇതുപോലെ വളർത്തിയെടുക്ക്, കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയെല്ലാം ശരിയാക്കി വെക്ക് എന്ന്. ഹീ ഈസ് ദ മാസ്റ്റർ ഫോർ ദി യൂട്രസ്. അപ്പോൾ ഓവറി പറയും ഹീ അല്ല ഷീ. അപ്പോൾ ഷീ വിൽ സേ ഓക്കെ യൂട്രസ് യു ഗെറ്റ് റെഡി, ദ ചൈൽഡ് മേ കം ഓൺ ദ 14th day ഓർ ഓക്കെ 28 days ഉള്ള ഒരു ലേഡിക്കാണെങ്കിൽ 14th day എഗ്സ് പുറത്ത് വരും. ആ സമയത്ത് കോണ്ടാക്റ്റ് ഉണ്ടാവുന്നു, സെക്ഷൽ കോണ്ടാക്റ്റ്. അപ്പോൾ സ്പേം വന്ന് ഈ എഗ്ഗ് എവിടെയാണ് നിൽക്കുന്ന, ട്യൂബിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. എഗ്ഗിനെ പിടിച്ചെടുക്കുന്ന ട്യൂബാണ്. അപ്പോൾ ഓവറിൽ നിന്ന് ഈ എഗ്ഗ് റെഡി ആയിരിക്കും, ഓവം എന്ന് പറയുന്ന സംഭവം. അത് റെഡി ആയിരിക്കുമ്പം ഈ ട്യൂബിൻ്റെ അറ്റം നോക്കി ഇങ്ങനെ കൈ പോലെ ഇരിക്കും, ബാസ്ക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൈ പോലെ ആയിരിക്കുന്നത് അതിൻ്റെ അറ്റം, ജസ്റ്റ് ലൈക്ക് ഫിംഗേഴ്സ് പോലെ. അതിങ്ങനെ ഓവറിയെ നിന്ന് എഗ്ഗിനെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടാക്കി നിർത്തിയിരിക്കും. സോ എവറിത്തിങ് ഈസ് റെഡിയാണ്, എപ്പോഴും റെഡിയാണ് ഒരു കുഞ്ഞുണ്ടാവാനായിട്ട്. സോ സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഒരുപാട് മില്യൺസ് ഓഫ് സ്പേംസ് വിൽ ഗോ, ബട്ട് വൺ വിൽ ബി ദ ലീഡർ. ഹീ വിൽ അറ്റാച്ച് വിത്ത് ദ എഗ്സ്, ഹി വിൽ ഗെറ്റ് ഇൻ ടു ദി എഗ്. അപ്പോൾ അത് വന്നിട്ട് ഒരു എംബ്രിയോ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഓവറി ആദ്യം ഈ പർട്ടിക്കുലർ ദിവസത്തിൽ ആ
മുട്ട, ദാറ്റ് ഈസ് എഗ്സ് എന്ന് പറയുന്ന സംഭവം, ഓവം എന്ന് നമുക്ക് പറയണ ആ സംഭവം ഉണ്ടാക്കി പുറത്ത് അതിനെ തൻ്റെ അകത്തുനിന്ന് ആ എഗ്ഗിനെ പുറത്തോട്ട് വിടണം. അതിനെ ട്യൂബ് തൻ്റെ കൈ കൊണ്ട് പിടിച്ചെടുക്കണം, എന്നിട്ട് അതിൻ്റെ അകത്താക്കി റെഡിയാക്കി വെക്കണം. സോ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എഗ്ഗ് ഉണ്ടാക്കണ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യണം. ആ സമയത്ത് അതിൻ്റെ അകത്തുള്ള കട്ടിയൊക്കെ കൂട്ടി വളർത്തി കുഞ്ഞിന് റിസീവ് ചെയ്യുക, റെഡിയാക്കി വെക്കുകയാണ്, അതിൻ്റെ ബ്ലഡ് സപ്ലൈ ഒക്കെ കൂട്ടിയിട്ട്. 14th ഡേ ആകുമ്പോൾ ഇതെല്ലാം സെറ്റാണ്. അപ്പോൾ ആ സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്നു. ആ സമയത്ത് ഇത് രണ്ടും കറക്റ്റായിട്ടാണ് എല്ലാം നടക്കണമെങ്കിൽ സ്പേമും ഇതും വന്നിട്ട് ഓവമും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ എഗ്ഗ് കറക്റ്റായിട്ട് പുറത്ത് വരുന്നു. അപ്പോൾ ഉടനെ ഓവറി അടുത്ത സിഗ്നൽ കൊടുക്കും, കുട്ടി റെഡിയായി, യു ഗെറ്റ് റെഡി ഫോർ റിസീവിങ് ഇറ്റ്. അപ്പോൾ 6th ഡേ ആണ് അത് യൂട്രസിലേക്ക് മാറുന്നത് ട്യൂബിൽ നിന്ന്. സോ 6th ഡേ കഴിഞ്ഞ് അകത്ത് ഇതിന് സമയം കൊടുക്കും. അതും ഓവറിൽ നിന്ന് വരുന്ന ഹോർമോൺസാണ്. അടുത്ത 14th ഡേ വേറെ ഹോർമോണാണ്, ദാറ്റ് ഹാസ് ടു ഗെറ്റ് റെഡി. ഓക്കെ, യു ഗെറ്റ് റെഡി, നൗ ബേബി ഈസ് റെഡി, ഇറ്റ് വിൽ റിസീവ് ഇറ്റ് ആൻഡ് അബ്സോർബ് ഇറ്റ്. അപ്പോൾ ഉടനെ ചെറിയ ആ ഭ്രൂണമായ എംബ്രിയോ എന്ന് പറയുന്നത് നേരെ ഈ ട്യൂബ് ഇങ്ങനെ നല്ലൊരു മൂവ്മെൻറ്റ് കൊണ്ടുവന്ന് യൂട്രസിനകത്ത് ഇട്ട് കൊടുക്കും. സോ യൂട്രസ് പക്കാവായിട്ടിരിക്കുകയാണ്. ടപ്പനെ തന്നെ പിടിച്ചെടുത്തിട്ട് അതിന് തൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കുഞ്ഞിൻ്റെ തൻ്റെ എല്ലാം താൻ റെഡിയായിട്ട് വെച്ചിരിക്കുന്ന എല്ലാ ന്യൂട്രീഷനും ബ്ലഡും ഒക്കെ അതിന് കൊടുത്ത് അതിനെ തൻ്റെ കൂടെ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ അപ്പോഴും ഓവറിയുടെ ഹോർമോൺസ് വന്നുകൊണ്ടേയിരിക്കുക, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഉടനെ കുഞ്ഞുണ്ടായി, അത് യൂട്രസിൽ അറ്റാച്ചായി, ഉടനെ ഓവറി വിൽ സ്റ്റാർട്ട് ഇറ്റ്സ് നെക്സ്റ്റ് ഫങ്ഷൻ, ദറ്റ് ഈസ് സപ്പോർട്ടിങ്. അതായത് കുറച്ചും കൂടെ അത് സപ്പോർട്ടിങ് കൂട്ടും. അതായത് ഇനി ഈ കുട്ടിയെ അങ്ങനെ വളർത്തി കൊണ്ടുവരേണ്ട, അതായത് അബോർഷനൊന്നും ആവാതെ പ്രോപ്പറായിട്ട് വളർത്തി കൊണ്ടുവരാൻ ഓവറി വിൽ സ്റ്റാർട്ട് ഇറ്റ്സ് നെക്സ്റ്റ് ആക്ഷൻ, അതായത് അടുത്ത ഹോർമോൺ, സോ ദറ്റ് ഇത് ഗ്രോ ചെയ്യാൻ. പിന്നെ ഓഫ് കോഴ്സ് ബാക്കി യൂട്രസിന് അതിൻ്റേതായ ജോലികളുണ്ട്. എല്ലായിടത്തു നിന്നും ബ്ലഡ് എടുക്കുക, അമ്മയുടെ കയ്യിൽ നിന്നുള്ള ന്യൂട്രീഷനൊക്കെ എടുത്ത് കുഞ്ഞിന് കൊടുക്കുക, എന്നിട്ട് അതിനെ വളർത്തിയെടുക്കുക. സോ അങ്ങനെ അപ്പോൾ ഇത്രയും പ്രോസസ്സ് ആവുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. സോ ഓവറിൽ നിന്ന് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ആദ്യമേ പ്രിപ്പയർ ചെയ്യാനൊരു ഹോർമോണ്, പിന്നെ എഗ്സ് ഓവറി തന്നെ പുറത്ത് വരുത്താനായിട്ടുള്ള ഒരു ഹോർമോണ്, പിന്നെ തിരിച്ച് കുഞ്ഞിനെ അവിടെ അറ്റാച്ച് ചെയ്യാനൊരു ഹോർമോണ്, അതിനെ വളർത്താനൊരു ഹോർമോൺ. അപ്പോൾ ഈ സകല പരിപാടിയും ഈ 2-3 സെൻറ്റിമീറ്ററുള്ള ഈ ഓവറിയാണ് ചെയ്യുന്നത്. രസഗുളയെ പോലെ ഇരിക്കുന്ന ഒരു രസഗുളയിലെ ഈ ഈ നീളത്തിലുള്ളൊരു സാധനമുള്ള അങ്ങനത്തെ രസഗുള. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇത്രയും പണി ഫങ്ഷൻസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ യൂട്രസ് പോലെ തന്നെ ഓവറി എന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പോലെയാണ് ഓവറി, ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പം ഒരു ചൂട് ദേശത്ത് നിന്ന് തണുത്ത ദേശത്ത് പോയാൽ വർക്ക് ചെയ്യില്ല, ഇറിറ്റേറ്റഡ് ആവും, പീരീഡ് വരില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഗൾഫിൽ പോകണു, ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഗൾഫ് പോലെ, പക്ഷെ എന്നാൽ അതിലൊക്കെ പണ്ട് നമ്മൾ ചൂടുള്ള ഒരു ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഗൾഫ് ഇടപെടുകയാണ്. ഒരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ കൊല്ലത്തുനിന്നാണേ. ഓക്കെ, പേരൊന്ന് പറയാമോ? പേര് ശരണ്യ. ശരണ്യ, ഓക്കെ. ശരണ്യ, ഫീൽ ദ മൊമെന്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും അതിന്റെ ചികിത്സയുമാണ്. ഡോക്ടർ സ്വീറ്റിയാണ്, ചോദിച്ചോളൂ ചോദ്യം. ഹലോ ഡോക്ടർ. ഹലോ പറഞ്ഞു. എനിക്ക് 39 വയസ്സായി. ഓക്കെ. അപ്പം എനിക്കിപ്പോഴും ഓവുലേഷൻ ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വയറിന്റെ അടിഭാഗം നല്ല മുറുകി വേദനയുണ്ട്. അടിവയർ കട്ടി പോലെയൊക്കെ തോന്നാറുണ്ട് ഈ ഓവുലേഷൻ ടൈം ആകുമ്പോഴത്തേക്കും. ഓ, കറക്റ്റ് ആയിട്ട് പീരീഡ് വരുന്ന ആളാണോ? മുമ്പൊന്നും കറക്റ്റ് അല്ലായിരുന്നു, ഒരാഴ്ചയൊക്കെ ലേറ്റ് ആയിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പം കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാം അത് ഓവുലേഷൻ ആണെന്നുള്ളത്. ആ സമയത്ത് നല്ല വേദന വരുന്നുണ്ട്. ഒരു സൈഡിലാണോ വേദന? വൺ സൈഡ്. ഓക്കെ. അപ്പോ സ്കാൻ എല്ലാം ചെയ്ത് നോക്കിയോ? ഞാൻ ഒരിക്കൽ സ്കാൻ ചെയ്തായിരുന്നു ഡോക്ടറെ. അപ്പം സത്യം പറഞ്ഞ സ്കാനിന്റെ റിസൾട്ട് ആരെയും കാണിച്ചില്ല. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അതിലെ യൂട്രസിന് ശകലം കട്ടിയുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ.
അത് കാണിക്കാതെ ഇരുന്നാൽ ശരിയാവില്ല. ഈ യൂട്രസിന് കട്ടിയുണ്ടെന്ന് പറയുന്നത് അഡിനോമയോസിസ് ആയിരിക്കും. അകത്ത് രക്തക്കട്ട വീഴുന്നിട്ട് ഇറ്റ് വിൽ ഗെറ്റ് വേഴ്സ് ആൻഡ് വേഴ്സ്. പിന്നെ അനാവശ്യമായിട്ട് യൂട്രസ് നഷ്ടപ്പെടുത്തേണ്ടി വരും. ആദ്യമേ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ അല്ല. വി ഹാവ് ട്രീറ്റ്മെൻറ്റ്. അതാണ് നമ്മൾ ഇത്രയും കാലം പറയുന്നത്. ഈ കട്ടി കൂടണം എന്ന് പറയുന്നത് അകത്ത് രക്തക്കട്ടകൾ നിറയണതാണ് ഇതിൻ്റെ മസിൽസിനകത്ത്. സോ അത് അഡിനോമയോസിസ് ആയിരിക്കും. ഈ വൺ സൈഡഡ് പെയിൻ ആണോ അത് ഇതിൽ ടോട്ടലി ഈ യൂട്രസിനകത്ത് അവിടെ എവിടെയായിട്ട് ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുന്നതിന് അഡിനോമയോസിസ് എന്ന് പറയും. ഇറ്റ് ഈസ് ട്രീറ്റബിൾ. അത് നേരത്തെ ആയാൽ അത്രയും നല്ല പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇത്ര ഏജിലേ ആയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് വേഴ്സ്റ്റ് സ്റ്റേജിൽ പോയി ഭയങ്കര പെയിനും ഒക്കെ വരാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ പറയണതിന് മുമ്പേ യൂട്രസ് എടുത്ത് മാറ്റിത്തരും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് എവറി ഡേ അബൌട്ട്. ഈ യൂട്രസ് ഇങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. വുമൺ ഷുഡ് സേവ് ഓർഗൻസ് എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഓവറിയുടെ സിസ്റ്റം ആയിരിക്കാം. വൺ സൈഡഡ് പെയിൻ. ഓവറിയിൽ വല്ലതും വേറെ പ്രോബ്ലംസ് ഉണ്ടോ, കുറച്ചും കൂടെ അത് ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്ത് നോക്കണം. വയറ് വഴി ചെയ്താൽ ഓവറി കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല സ്ത്രീകൾക്ക്. സോ യു വിൽ ഹാവ് ടു ഒരു സൈഡ് ഇടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വേദന ഉണ്ട്. അപ്പൊ അത് സ്റ്റോണിന്റെ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് സ്കാൻ ചെയ്തത്. സ്റ്റോണൊന്നും ഇല്ലാന്ന് പറഞ്ഞു. സ്റ്റോണൊക്കെ ലേഡീസിന് പിന്നെയല്ലേ. ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്ത്രീ ഓർഗൻസിനെ കുറിച്ച് ആലോചിക്കണം. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സ്റ്റോൺ ഇച്ചിരി കൂടെ കോമൺ മോർ ഇൻ മെൻ ആണ്. സ്ത്രീകൾക്കും വരാമില്ല എന്നല്ല. നല്ലോണം നോൺ വെജ് ഹെവി മീറ്റ് കഴിക്കുന്നവർക്ക് യൂഷ്വലി സ്റ്റോൺസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദിസ് വൺ ഈ ഓവറിയുടെ സിസ്റ്റുകളൊക്കെ ആണെങ്കിലും വൺ സൈഡഡ് പെയിൻ ആയിരിക്കും, ആ ഒരു സൈഡിൽ മാത്രം. പിന്നെ ഓവുലേഷൻ സമയത്ത് ഇത്രയും പെയിൻ വരികയാണെങ്കിൽ അതിന് നമുക്ക് നല്ല റെമഡി ഉണ്ട്. പെയിൻ കില്ലറൊന്നും അല്ല, അല്ലാതെ തന്നെ വിത്ത് ന്യൂട്രീഷൻ തന്നെ നമുക്ക് റെമഡി ഉണ്ട്. പിന്നെ ഈ കട്ടി കൂടിയിരിക്കണോ അഡിനോമയോസിസ് അത് തന്നെ സ്കാൻ വെച്ചിരുന്നിട്ട് കാര്യമില്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി. എവിടെ താമസിക്കുന്നത്? ഞാൻ കൊല്ലത്ത്. പറ്റുമെങ്കിൽ ഒന്ന് സ്കാൻ നമുക്ക് പുതിയത് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് യഥാർത്ഥ ഇങ്ങനെ പെയിൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. സോ അത് നമ്മളായിട്ട് അത് ഓവുലേഷൻ പെയിൻ ആയിരിക്കും. ഓവുലേഷൻ അത്ര പെയിൻഫുൾ ആവേണ്ട കാര്യമില്ല അറ്റ് ദിസ് ഏജ്. കുട്ടികളുണ്ടല്ലോ, കുട്ടികളുണ്ട്. സോ ഈ അതാ പറഞ്ഞ അപ്പോൾ നോർമലായിരുന്ന നമ്മൾക്കൊരു വ്യത്യാസം വരുമ്പം വി ഷുഡ് ഗെറ്റ് അലേർട്ട്. ആദ്യമേ അത് എന്തെന്നറിഞ്ഞു വെച്ചാൽ ഇപ്പോൾ സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചെറിയ സൈസായിരിക്കുമ്പോൾ നമുക്ക് ഈ ഓവറിയുടെ സിസ്റ്റുകളെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഒരു അനാവശ്യമായിട്ടൊരു ലാപ്രോസ്കോപ്പിയോ സർജറിയോ സിസ്റ്റ് എടുത്ത് മാറ്റുന്നതോ ഒന്നിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ചെറിയ സൈസിൽ ചെറുതായിട്ടേ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനെ വിട്ടിട്ട് നമ്മൾ സർജറിക്ക് പോകണം നിർബന്ധം പിടിച്ച് നമ്മൾ ലേറ്റാക്കി കൊണ്ടുപോയാൽ സൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്ന ഓർക്കണം. ഓരോ പീരിയഡിനും എന്ത് തരം ഓവറി ആണിൻ്റെ സിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാവും. പിന്നെ ഈ കട്ടി കൂടണമെന്ന് പറയുന്നത് യൂട്രസിൻ്റെ അകത്ത് രക്തക്കട്ട വീഴുന്നതിനാണ് യൂഷ്വലി ഇവിടെയുള്ളൊരു കട്ടി കൂടണമെന്ന് പറയുന്നത്, സാധാരണക്കാർ പറയുന്നത്. അതെന്ന് വെച്ചാൽ അകത്ത്. അതുപോലെ ഡോക്ടറെ ഒരു കാര്യം കൊണ്ട് ചെയ്തേ, എനിക്ക് മുമ്പ് പീരീഡ്സ് ആകുമ്പോഴത്തേക്കും ഒരു 9 ആകുമ്പോൾ നന്നായിട്ട് ക്ലിയർ ആവും. പക്ഷെ ഇപ്പൊ ഒരു 13 ആകുമ്പോഴും ചെറുതായിട്ടൊരു ബ്രൗൺ കളറിൽ ഇങ്ങനെ പോവാറുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. യൂട്രസിന് ചുരുങ്ങാൻ പറ്റുന്നില്ല. ബിക്കോസ് അതിൻ്റെ അകത്ത് ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു ഡു, പറ്റുമെങ്കിൽ എന്നെ വന്ന് കാണുക. ഐ വിൽ സീനിയർ മോസ്റ്റ് ആരെങ്കിലും കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ഒരു സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ പെയിൻ, വൺ സൈഡഡ് പെയിൻ്റെ റീസൺ എന്താണ്. പിന്നെ എല്ലാ അവയവങ്ങളും നോക്കാം. അതിൻ്റെ കൂടെ വെരി ഇമ്പോർട്ടൻറ്റ് ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്ത് സ്ത്രീ ഓർഗൻസ് നോക്കണം. ലൈക്ക് യൂട്രസ്, ഓവറി, ഇത് ഈ വൈ ദിസ് വൺ സൈഡഡ് പെയിൻ. ചിലപ്പം ഈവൻ ഈ ട്യൂബിൽ പഴുപ്പ് നിറഞ്ഞിരുന്നാലും ഇതേപോലെ പെയിൻ വരും. ഈവൻ ഇൻഫെക്ഷൻ, ദറ്റ് ഈസ് അകത്ത് പഴുപ്പ് കിടപ്പുണ്ടെങ്കിൽ അറ്റ് ദ സൈഡ്സ് ഓഫ് ദി ഓവറി ട്യൂബിനകത്ത് അങ്ങനെ ഇരുന്നെങ്കിൽ നല്ല പെയിൻ വരും, ബാക്ക് ഏക്കും വരും. പലർക്കും അത് അറിയില്ല. ഈവൻ ഇൻഫെക്ഷന് എത്ര ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്തോ അകത്ത് അനങ്ങിക്കൊണ്ടേ ഇരിക്കും പോലെ ഇരിക്കും ഒരു സൈഡിൽ. സോ യു ഹാവ് ടു മീറ്റ് സംബഡി. അവിടെ ആരെങ്കിലും ഒരാൾ
നിങ്ങൾക്ക് സ്ഥിരം കാണുന്നതാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് ദയവേത് ഒരു നല്ല സ്കാൻ ചെയ്യണം. വയറ് വഴിയും ചെയ്യണം, ഉള്ളിൽ കൂടെയും ചെയ്യണം. എന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്താണ് കാരണങ്ങൾ. പിന്നെ എന്നെ ഒന്ന് വിളിക്കുക. സ്കാൻ നല്ലത് അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. സീനിയർ ആൻഡ് നല്ലൊരു സ്കാൻ സെൻറ്ററിൽ നിന്ന് ചെയ്യണം. യു ഷുഡ് ഡു ഇറ്റ് ഫ്രം എ സ്കാൻ സെൻറ്റർ ആൻഡ് സീനിയർ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കണം അപ്പോയിൻമെൻ്റ് എടുത്ത്. സോ രണ്ട് രീതിയിലും വയറ് വഴിയും ഉള്ളിൽ കൂടെയും ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. ദറ്റ് യു യുവർ സെൽഫ് ക്യാൻ ഡു, അല്ലെങ്കിൽ ഗൈനക്കിനെ കാണിച്ചിട്ട് യു ക്യാൻ ഡു എ സ്കാൻ. എന്നിട്ട് ബേസിക്കലി എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് വി ക്യാൻ ട്രീറ്റ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു കാര്യവും. യൂട്രസ് എടുക്കേണ്ട ആവശ്യമോ ഓവറി എടുക്കേണ്ട ആവശ്യമോ പലപ്പോഴും വരുന്നേ ഇല്ല ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഡോണ്ട് ഡിലേ എനിമോർ. അനാവശ്യ ഓപ്പറേഷൻസ് പോകണ്ട. എന്താണ് ഓവറി എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ നോർമൽ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം പറഞ്ഞു. ഇനി ഡോക്ടർ എന്തൊക്കെയാണ് ഈ ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങൾ? അബ്നോർമൽ ഓവറി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടികളെ പോലെ ഒന്ന് ഇത് ചെയ്താൽ ഉടനെ കരയുന്ന, ഉടനെ ഇത് ചെയ്യുന്ന, ഉടനെ റിയാക്ട് ചെയ്യുന്ന, അങ്ങനെ ഒരു ക്ലൈമറ്റ് മാറിയാൽ പോലും അതാണ്. സോ ഓവറി ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് യു ആർ ഗോയിങ് ടു ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ പോകുന്നു, അപ്പോഴേ പല ലേഡീസും വന്ന് കംപ്ലയിൻറ്റ് ചെയ്യണം. ഇവിടെ ഇരുന്നവരെ ഓക്കെ ഡോക്ടർ, എസ്പെഷ്യലി നമ്മളെ കേരള ഒരുവിധം നല്ല ക്ലൈമറ്റുള്ള സ്ഥലമാണ് ഈ ഹോൾ ഇന്ത്യയിൽ എടുത്താൽ. സോ ഇവിടെ നിന്ന് വെൻ യു ഗോ ടു ഗൾഫ് പോലെയുള്ള കൺട്രീസിൽ പോകുമ്പോൾ നല്ല ചൂടുള്ള സ്ഥലമല്ലേ, എ സി ഒക്കെ ഉണ്ടെങ്കിലും ഓഫ് കോഴ്സ് ദ ക്ലൈമാറ്റ് പുറത്തെന്താണ് ദാറ്റ് ഈസ് ഹെവി. അപ്പോൾ അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് ഓവറിയാണ്. അപ്പോൾ ഓവറി എന്ത് ചെയ്യും, തൻ്റെ ആക്ഷൻ ആകെ കൂടെ ഇതിൻ്റെ ഈ ഹോർമോൺ കറക്റ്റ് വരുന്നതുണ്ടല്ലോ. അതിൻ്റെ 14 ദിവസം ഒരു ഹോർമോൺ, 14 ദിവസം അടുത്തത്, പിന്നെ അത് കഴിയുമ്പോൾ അത് നിർത്തുമ്പം പീരിയഡ്. ആ സെക്ഷൽ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ യൂഷ്വലി ഉടനെ അടുത്ത 14 ദിവസം ആ ഹോർമോൺ വന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പീരിയഡ് വിൽക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ ആ ഒരു 3-4 ദിവസം പീരീഡ് വരും, അത് നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും അഗെയിൻ വീണ്ടും തൻ്റെ ഹോർമോൺ ഒന്നീന്ന് അത് തുടങ്ങും. അതെ, ജസ്റ്റ് ലൈക്ക് ഈ ഇത് മൂൺ തേഞ്ഞ് ഇതായിട്ട് വരിക. പിന്നെ അതേപോലെ ഈ 14 days സൈക്കിളാണ് ഓവറിക്കും. 14 ദിവസം ഇടപെടുന്ന ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ ഹിമയാണ്. എവിടുന്ന് വിളിക്കുന്നു? വെള്ളയമ്പലത്തുനിന്ന്. ഓക്കെ ഹിമ, നമ്മുടെ ഇന്നത്തെ വിഷയം ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും ചികിത്സയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ എന്റെ മകൾക്ക് 35 വയസ്സുണ്ട്. ഡോക്ടർ PCODയുടെ പ്രശ്നമുണ്ട്. തടി വെക്കുന്നുണ്ട്. എത്ര ഏജ്? 35. ഓക്കെ, അപ്പൊ കുട്ടികളൊന്നും ആയിട്ടില്ല. ഓക്കെ, ശരി. തടി വെക്കുന്നുണ്ട്, തടി വെക്കണു, PCOD ഉണ്ട്. അതെ. അപ്പൊ അതിന് എന്ത് ചികിത്സകൾ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറൻസസ് ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെയാണ് കൗൺസിലിംഗ്? ഡോക്ടറെ കണ്ടിരുന്നപ്പം PCODയുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ അവര് 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി, പിന്നെ റെഗുലർ ആയിട്ട് ഇങ്ങനെ പോകുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ അത് പ്രശ്നമാവുമല്ലോ. അങ്ങനെ PCOD വന്നിട്ട് അങ്ങനെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊരു ഹോർമോണിന്റെ പ്രശ്നമാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഓവറിയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഒരു ഹോർമോൺ പ്രോബ്ലം ആണ്. ഡോക്ടർ, പിന്നെ പീരീഡ്സ് ആവുന്നതേ ഡോക്ടർ, റെഗുലർ ആയിട്ട് ആകുന്നതില്ല. സോ ഈ PCODയുടെ ഒരു പ്രോബ്ലം തന്നെ ഈ ഹോർമോണിന്റെ പ്രോബ്ലമാണ്. പീരിയഡ് നേരെയാവില്ല, 1-2 മാസം ആകില്ല, പിന്നെ ആകും, ചിലപ്പോൾ 1 മാസം ആവില്ല, ചിലപ്പോൾ ലേറ്റ് ഡേറ്റ്സ് ആയിരിക്കും. പിന്നെ തടി വയ്ക്കും, മുഖത്ത് മുടി വളർച്ച ഉണ്ടാവും, പിമ്പിൾസ് ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും. സോ ഇതെല്ലാം എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? സ്ത്രീ ഹോർമോണുകൾ നന്നായിട്ട് കുറയുന്നു. പിന്നെ അതിന് പകരം യൂഷ്വലി എല്ലാ ലേഡിയുടെ അകത്തും കുറച്ച് പുരുഷ ഹോർമോൺ ഉണ്ടാവും. സോ ദാറ്റ് വിൽ കുറച്ച് ഹൈ ആവുന്നുണ്ടാണ് മീശയൊക്കെ കാണുന്നത്, തടി വെക്കുന്നതൊക്കെ. സോ ഇതിന് നമ്മൾ ഇത് PCOD മാത്രം നമുക്ക് കാരണം കറക്റ്റായിട്ട് അറിയാം. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതായത് ഒരു കുട്ടി 5-6 വയസ്സ് തൊട്ട് എന്ത് ഭക്ഷണം കഴിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ, എങ്ങനെ നമ്മൾ ശീലിപ്പിക്കുന്നുവോ, അതാണ് 15 വയസ്സ് തൊട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് പീരിയഡ്സ് സമയത്ത്.
അതെ അപ്പോൾ അത് കുഞ്ഞുനാളെ മുതലേ ഉള്ള ശീലമായിരിക്കാം, പിന്നെ വന്ന ശീലമായിരിക്കാം കോളേജിൽ പോകുമ്പോൾ. സോ ഈ ജങ്ക് ഫുഡ്, ഹെവി മീറ്റ്, ബീഫ്. ഡോക്ടർ, ഈ കുട്ടിയാണെങ്കിൽ കുഞ്ഞുനാളില് മുട്ട ഒരുപാട് കഴിക്കുമായിരുന്നു. മുട്ട കാരണം അങ്ങനെ ഒരു ഇതില്ല. ദ പ്രോബ്ലം ഈസ് ഹെവി മീറ്റ്, റെഡ് മീറ്റ് എന്ന് പറയുന്നത്. ബീഫ്, മട്ടൺ, ബ്രോയിലർ ചിക്കൻ മെയിൻലി PCOD ഒരു മെയിൻ കാരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ കൂടുതൽ കാണുന്നത് 10-8 കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട്. ബിക്കോസ് ദിസ് ബ്രോയിലർ ചിക്കൻ അത് ഫ്രൈ റൂട്ടീനായിട്ട് കുട്ടികളുടെ ഒരു ശീലമായി. സോ അതിനകത്ത് കുത്തിവെച്ചിട്ട്, ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് അതിനെ വലുതാക്കുന്നത്. ദാറ്റ് അകത്ത് കുത്തിവെക്കുന്ന ഹോർമോൺ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ലേഡീസിൻ്റെ ഹോർമോൺസ്. ഫീമെയിൽ ഹോർമോൺസിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സംഭവമാണ് അതിനകത്ത് കുത്തിവെക്കുന്നത്. സോ എത്രത്തോളം കുട്ടി അത് കഴിക്കുന്നു അത്രത്തോളം അതിൻ്റെ ഓവറി, ഞാൻ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവാണ്. പെട്ടെന്ന് തൻ്റെ ജോലി നിർത്തിയിട്ട് മിണ്ടാതിരിക്കും. സോ പീരിയഡ് വരില്ല. ഓവറി എഗ്സ് ഉണ്ടാക്കിയില്ലെങ്കിൽ പീരിയഡ് എന്നൊരു സംഭവം ഉണ്ടാവില്ല, അതിൽ നിന്നുള്ള ഹോർമോണും ഉണ്ടാവാൻ പോടില്ല. സോ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് PCOD. അങ്ങനെ സ്ത്രീ ഹോർമോൺ കുറഞ്ഞ് കുറച്ച് പുരുഷ ഹോർമോണിൻ്റെ ഒരു ഇത് ബോഡിയിൽ ഇച്ചിരി കൂടും. അത് തന്നെയാണ് തടി വയ്ക്കാനും മുഖത്ത് മീശ പോലെയൊക്കെ വളരാനും മുഖക്കുരു വരാനും ഒക്കെ മുടി പൊഴിയാനും ഒക്കെ കാരണമാവുന്നത്. സോ ദാറ്റ് ബാലൻസ് വി ഷുഡ് ഗിവ്. ഫസ്റ്റ് നമുക്ക് റീഗെയിൻ ചെയ്യണം. ഇതിന് പ്രോപ്പർ ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാ അസുഖങ്ങളും മരുന്ന് കൊണ്ടല്ല മാറുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ്, അതായത് കുട്ടിയുടെ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, മിനിമൽ എക്സസൈസ്, ഒരുപാടൊന്നും വേണ്ട, മിനിമം ഒരു ഇച്ചിരി എക്സസൈസ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിരുത്തി തന്നെ ചെയ്താൽ മാത്രമേ PCODയെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. നിങ്ങളും കറക്റ്റായിട്ട്, ഇപ്പോൾ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മന്ത്ലി പീരിയഡ് ടൈമിന് എവറി മന്തും കറക്റ്റായിട്ട് ഈ ഹോർമോൺ ബാലൻസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സപ്പോർട്ടിങ് മെഡിസിൻസ് വരും, ന്യൂട്രീഷൻ വരും. പിന്നെ മെയിൻ തിങ് എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ വേണ്ട. പിന്നെ എത്ര ഹൈറ്റിന് എത്ര വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ട് ഓരോ മാസവും ഇത്ര വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. ഐ ഓൾവേസ് ആസ്ക് ദം ടു ടേക്ക് ഇറ്റ് സ്ലോലി. ഇപ്പം നമ്മുടെ ബോഡി വെയ്റ്റിനേക്കാളും 20 കിലോ കൂടുതലുണ്ടെന്ന് വിചാരിക്കുക, ഹൈറ്റിനേക്കാളും. സോ ടേക്ക് ഇറ്റ് സ്ലോലി. യു ക്യാൻ ടേക്ക് 10 months ഓർ 8 months ഓർ 9 months. അതിൽ നമുക്ക് പതുക്കെ പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരു സമാധാനമായിരിക്കും. 2 കിലോ വെച്ച് 30 ദിവസം കൊണ്ട് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 1 month ഉണ്ട്. സോ പീപ്പിൾ വിൽ തിങ്ക് ഓക്കെ ഇറ്റ്സ് ഈസി, 10 months ഐ ക്യാൻ ഡു ഇറ്റ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. പ്രോപ്പറായിട്ട് നമുക്ക് ഹോർമോൺ അല്ല തരുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഹോർമോൺ ബാലൻസ് ചെയ്യാണ്. പുരുഷ ഹോർമോണിനെ കുറച്ച് സ്ത്രീ ഹോർമോണിനെ കൂട്ടുക. ദിസ് ഈസ് വാട്ട് വി ഡു. ആൻഡ് അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ടാവും, ന്യൂട്രീഷൻ ഉണ്ടാവും. സോ പിന്നെ ഈ സംഭവങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ കുറച്ച് വെയിറ്റ് ലോസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്ങനെ വേണം കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യാം. ബ്രോയിലർ ചിക്കൻ അവോയ്ഡ് ചെയ്യാം, അതേസമയത്ത് നാടൻ കോഴി കഴിക്കാം. സോ ദീസ് ആർ ദ തിങ്സ് ഐ യൂസ് ടു ഓൾവേസ് ഡു എ കൗൺസിലിംഗ് ഫസ്റ്റ്. മരുന്ന് കൊണ്ട് എല്ലാം നടക്കുന്ന വിചാരിക്കുന്ന ആളല്ല ഞാൻ. ബിക്കോസ് ലൈഫ് സ്റ്റൈലേ ഖരാബായിരിക്കുമ്പോൾ, ലെറ്റ് ഈസ് അകത്ത് ഇത്രയും മാലിന്യം നമ്മൾ ലൈക്ക് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കുമ്പോൾ ഫസ്റ്റ് അതിനെ പുറത്താക്കിക്കൊണ്ടേ ഇരിക്കണം, നല്ലത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴായിരിക്കും ഈ PCOD ഒരു ലെവലിലേക്ക് വരുന്നത്. സോ PCODക്ക് മാത്രം നമുക്ക് കാരണം അറിയാം. ഓവറായിട്ട് സ്വീറ്റ്സ് കഴിക്കണ കുട്ടികൾ ചെറുപ്പത്തിൽ നിന്നേ കഴിക്കണം. ഇന്നലെ കഴിച്ചു എന്നല്ല ഞാൻ പറയണത്. ചെറുപ്പം മുതലേ ഒത്തിരി സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ് റെഗുലർ ബേസിസിൽ കഴിക്കുന്ന കുട്ടികൾ നമുക്ക് നോക്കിയറിയാം. ഇല്ലെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എല്ലാ പിള്ളേർക്കും അതിന് വേണ്ടിയിട്ട് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നുണ്ട്. ബക്കറ്റ് കിട്ടുന്നുണ്ട്, ഡ്രമ്മി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദിസ് സോർട്ട് ഓഫ് ഹെവി അഡ്വർടൈസ്മെൻറ്റ്സ്. പിന്നെ വീട്ടിൽ ഇരുന്നാൽ കൊണ്ട് കൊടുക്കുന്നത് പിസ്സാസ്. സോ ദീസ് തിങ്സ്, ഹെവി ചീസ് ഉള്ളത്, മീറ്റ് പോലെ തന്നെ ചീസും ഒക്കെ ഓവർ ആകുമ്പോഴത്തേക്ക് ഫാറ്റാണ് ദേഹത്ത് കൂടുന്നത്. ആ ഫാറ്റ് കൂടുമ്പോൾ ഹോർമോണൊക്കെ ഈ ഫാറ്റിൽ നിന്നാണ് ഉണ്ടാവണം. മൊത്തത്തിൽ ടോപ്സി ടേർവി ആവും. ഒന്ന് ഏത് വേണോ അത് കുറയും, വേണ്ടാത്തത് കൂടും. സോ ഷീ നീഡ്സ് എ വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ദെൻ ഷീ ഹാസ് ടു ട്രൈ ഫോർ ദ മാരീഡ് ആണെങ്കിൽ ഷീ ഷുഡ് ട്രൈ ഫോർ ചിൽഡ്രൻ. സോ ഇത് ഈസി ആയിട്ട് എടുക്കരുത്. ഷീ നീഡ്സ് പിന്നെ വന്നിട്ട് IVF അത് ഇതൊന്നും ഓടിയിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. PCODയെ പ്രോപ്പറായിട്ട് ഒരു 8-10 months എടുത്ത് സമാധാനമായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ട്രീറ്റ് ചെയ്താൽ
ഓഫ് കോഴ്സ് അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് ട്രൈ ചെയ്യാൻ ഒരു പ്രശ്നം വരുന്നില്ല. അണ്ടർ കൺട്രോൾ വന്നാൽ മതി. പിന്നെ അത് ചെയ്യുന്ന ആളുടെയും കൂടെ മാനസികാവസ്ഥ വളരെ സ്ട്രോങ് ആയിരിക്കണം. ദാറ്റ് ഇസ് ഇതൊക്കെ കഴിക്കണം വെച്ചാൽ കഴിക്കാതിരിക്കണം എന്നല്ല, എല്ലാം കഴിക്കാം, പക്ഷെ അതിൽ കുറച്ച് ചേഞ്ചസ് മാത്രം നമ്മൾ വരുത്തി കൊടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇഫ് യു ക്യാൻ കം പ്ലീസ് കം ഇഫ് യു ക്യാൻ കം ആൻഡ് മീറ്റ് മീ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്കതിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് ക്യൂർ ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു ഡോക്ടർ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓവറിയെ പറ്റിയിട്ട്. അതെ, അപ്പോൾ യു ആർ ആസ്കിംഗ് ഓവറി കൂടുതൽ ഇപ്പം എന്താ കാണുന്നതെന്ന്. അപ്പോൾ ഓവറിയിൽ ഇതുപോലെ ഒരു ചെറിയ ഇതേ പറഞ്ഞ പെട്ടെന്ന് പീരീഡ് വരില്ല, തണുപ്പുള്ള ദേശത്ത് പോയാൽ പീരീഡ് വരില്ല, നമ്മൾക്ക് ഒരു റേഡിയേഷൻ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓവറി വർക്ക് ചെയ്യില്ല. ഡോക്ടർ, ഞാൻ ഒരു സംശയം, ഇപ്പൊ ക്ലൈമറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് ഭയങ്കരമായി അസഹനീയമായ ചൂടുണ്ട്. ആ വേരിയേഷൻസ് സോ ദാറ്റ് ഈസ് ഇപ്പൊ വരുന്ന പേഷ്യൻസ് 2-3 അസുഖങ്ങൾ, സ്ഥിരം പേഷ്യൻസിന് തന്നെ 2-3 അസുഖങ്ങൾ കൂടുതലാണ്. ഒന്ന്, അവരുടെ ഈ ഹോർമോൺ കൺട്രോളിൽ നിൽക്കുന്നില്ല. സെക്കൻഡ് തിങ് വന്നിട്ട് പീരീഡ് വരുന്നു 2 പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട്. സോ ഓവറി ഓവർ റിയാക്ട് ചെയ്യണോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഹീറ്റ് വേവ്, ഇന്ത്യ മുഴുവൻ ഹീറ്റ് വേവ്, കേരളം എങ്ങനെയോ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ബാക്കിയുള്ളത് 44-48 അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടെമ്പറേച്ചർ. അത് വെച്ച് നോക്കുമ്പോൾ കേരള വി ആർ ബ്ലെസ്ഡ് ദറ്റ് അത്രയും ഇല്ല, ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഇത്രയും ചൂട് നമ്മൾ ഇത്രയും കാലങ്ങളിൽ കണ്ടിട്ടില്ലല്ലോ. സോ അപ്പോൾ നമ്മൾ യൂസ് ടു അല്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വരുന്നത് ഒത്തിരി ഹോർമോൺ ഇംബാലൻസ് ആയിട്ട് തന്നെ. ഇപ്പം നമ്മൾ ഒരു പല ഡിസീസസിനും ഇപ്പോൾ ഫൈബ്രോയിഡിന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അഡിനോമയോസിസിന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഒരു ഹോർമോൺ കൺട്രോളിൽ വെച്ചിരിക്കും ഇവരെ, ബോഡി യൂസ് ടു ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നമുക്ക് ഒരു ഗുളിയെങ്കിലും എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. കാര്യം വെച്ചാൽ ഹോർമോൺ കൺട്രോളിൽ നിൽക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ചൂട് കാരണം ഓവറി ടോട്ടലി തന്നിഷ്ടപ്പടി അങ്ങ് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇറ്റ് ഈസ് വർക്കിംഗ്. സോ എപ്പോൾ ബ്ലീഡ് വരും, എപ്പോൾ ചെയ്യില്ല, എപ്പോൾ ഇതില്ല, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ. പിന്നെ വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ. എന്നുവെച്ചാൽ ഈ വെള്ളം ആളുകൾ ആവശ്യത്തിന് കുടിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് വെള്ളം. പക്ഷേ വെള്ളം ഒരു വലിയൊരു മരുന്നാണ്. ഞാൻ എപ്പോഴും പറയും 4 ബോട്ടിൽ എടുത്ത് വെച്ചേക്കുക ഓരോ ലിറ്ററിൻ്റെ, തിളപ്പിച്ചാറിയതോ വിച്ചവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ട്രിവാൻഡ്രത്തായിരിക്കും ഏറ്റവും നല്ല കുടിവെള്ളം കിട്ടുന്ന ഒരു സ്ഥലം. ഇൻ സിറ്റീസ് അറ്റ്ലീസ്റ്റ് നല്ല വെള്ളമാണ്. വേറെ എവിടെ പോയാലും ഈ രുചി യൂഷ്വലി ഐ ഡോണ്ട് ഫൈൻഡ്. സോ അപ്പോൾ എല്ലാവരും പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, കേരളത്തിലെ തിരുവനന്തപുരത്തെ വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു ഉപ്പിൻ്റെ രസമോ ഒന്നുമില്ലാത്ത വെരി നൈസ് വാട്ടർ. അത് ഇന്ത്യയിൽ എവിടെ പോയാലും ഐ ഹാവൻ സീൻ ലൈക്ക് ദിസ്. സോ അപ്പോൾ നോട്ട് ഈവൻ ഇൻ കൊച്ചി എന്നുള്ള അവിടെയൊന്നും യു കാൺ ഗെറ്റ് ദിസ്. എന്നുവെച്ചാൽ പല ടൈപ്പ് ഓഫ് ഇതാണ് ഇത്. പക്ക നമ്മുടെ അത് ട്രിവാൻഡ്രം ഹാസ് സോ മെനി ഗുഡ് തിങ്സിൽ. ഒന്ന്, വി ആർ ഗെറ്റിംഗ് ഇൻ ദ സിറ്റി നല്ല കുടിവെള്ളം. ആൻഡ് ഒന്നും ചേർത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വെറുതെ കുടിച്ചാൽ പോലും വി ഡോണ്ട് ഗെറ്റ് ഇൻഫെക്ഷൻസ് അല്ല. മഴ സമയം ഒഴിച്ചാൽ ബാക്കി ഒക്കെ ഇറ്റ് ഇസ് വെരി ഗുഡ്. സോ അങ്ങനെ ഉള്ളപ്പോൾ തിളപ്പിച്ചാറിയതോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫിൽറ്റേർഡോ വിച്ച് എവർ യു തിങ്ക് ഇസ് ഓക്കെ ഫോർ യു, അത് ഒരു 4 ബോട്ടിൽ മരുന്ന് പോലെ വെച്ച് 4 ലിറ്റർ 4 ബോട്ടിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കുന്നവരുടെ എല്ലാം 1 ലിറ്റർ. അപ്രോക്സിമേറ്റ്ലി എത്ര ഗ്ലാസ്? 4. അത് ഗ്ലാസ്സിൽ കുടിച്ചാൽ ശരിയാവില്ല. ഞാൻ അതുകൊണ്ട് ബോട്ടിൽ ഗ്ലാസ്സിൽ വെച്ചാൽ നമ്മൾ കുടിക്കില്ല. നമുക്ക് അതാണ് അതിൻ്റെ ഒരു ടെൻഡൻസി. ഗ്ലാസ്സിൽ കുടിക്കാൻ നോക്കിയാൽ നമുക്കൊരു ഗ്ലാസ്സിന് നമ്മളെല്ലാവരും നോക്കിയാൽ ഒരാളുടെ കയ്യിൽ വെള്ളം കൊടുത്താൽ അയാൾ 3/4 ഗ്ലാസ് കൊടുത്തിട്ട് 1/4 ഗ്ലാസ് വെച്ചേക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോ വിൽ നെവർ ടേക്ക് ഇറ്റ് ഫുള്ളി. അതേസമയം ഒരു ബോട്ടിലിൽ കുടിച്ചാൽ 3/4 ബോട്ടിലും തീർത്തിട്ടേ വെക്കുള്ളൂ. ഒരു ദാഹത്തോട് വന്ന് കുടിക്കുമ്പോൾ സോ ഓൾവേസ് ടേക്ക് ഇൻ ബോട്ടിൽ, യു വിൽ ഡ്രിങ്ക് മോർ വാട്ടർ. അതുകൊണ്ടാണ് ഈ ആ മനഃശാസ്ത്രം ഉപയോഗിച്ച് ദാറ്റ് സൈക്കോളജി ഈസ് യൂസ്ഡ് ഇൻ ദിസ് കോളാസ്. അവർ ഈ കോള പെപ്സി കോള കൊക്കോകോള എന്നൊക്കെ പറയും. സോ ദേ ഗിവ് ഇറ്റ് ഇൻ ബോട്ടിൽസ്. അതിൻ്റെ അർത്ഥം ചെറിയ ബോട്ടിൽ, വലിയ ബോട്ടിൽ, അത് മൊത്തം ഒരാൾ അപ്പം തന്നെ കുടിച്ച് തീർത്തിട്ട് ബോട്ടിൽ ഇടണ കണ്ടിട്ടുണ്ടോ? അത് വീട്ടിൽ കൊണ്ടുപോകണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വൈ? ബിക്കോസ് ദിസ് ഈസ് എ സൈക്കോളജി. ബോട്ടിലാകുമ്പോൾ നമ്മൾ അറിയാതെ മുഴുവൻ അങ്ങ് കുടിച്ചു പോകും. അങ്ങനെയാണ്. സോ ഓൾവേസ് ടേക്ക് ഇറ്റ് ഇൻ ബോട്ടിൽ. ആ 4 ബോട്ടിൽ വയ്ക്കുക. രാവിലെ മുതൽ വെറും വയറ്റിൽ തുടങ്ങി കുടിക്കാൻ തുടങ്ങിയാൽ വൈകിട്ട് 6 മണിക്കകത്ത് ഈ 4 ബോട്ടിലും തീർത്താൽ മതി. സോ യൂറിൻ പോയി തീർക്കും. ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടേയിരിക്കും. സോ അസുഖങ്ങളുടെ 50% നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ മാലിന്യം ഓൾറെഡി നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ബോഡിയിൽ ഒരുപാട് പോയിട്ടുണ്ട്. അത് ഈ ഓവറിയൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യണം. അതിൽ ഈ ടോക്സിക് സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ മെയിനായിട്ട് നമ്മൾ ഓവറിയിൽ കാണുന്ന ഡിസീസസ് എന്തൊക്കെയാണ്?
ഇപ്പം തന്നെ നമുക്ക് വന്ന കോളർ PCOD. PCOD എവിടെ നോക്കിയാലും ഇപ്പോൾ സാധാരണക്കാർക്ക് പോലും അത് എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നറിയില്ല. പക്ഷേ സ്കാനിൽ എഴുതിയിരിക്കണോണ്ട് അവർക്കറിയാം ഡോക്ടറെ മോക്ക് PCOD ആണ്. അതും എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടീനേജേഴ്സ്. ബേസിക്കലി ടീനേജും പിന്നെ ഒരു 25 വയസ്സ് 30 വയസ്സ് വരെ, ആസ് ഷീ സെഡ് 30-35 ഇയേഴ്സ് വരെ കുട്ടികളുണ്ടാവുന്ന പ്രായമുണ്ടല്ലോ, ആ സമയത്താണ് ദിസ് ഇസ് സോ റിഡിക്കുലസ്. കഷ്ടമുണ്ട്. അത് ആ സമയത്താണ് കറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യണത്. ഈ എഗ്സ് ഉണ്ടാവില്ല. ഓവറി നോർമലായിട്ട് തൻ്റെ എഗ്ഗ് ഉണ്ടാക്കിയാലല്ലേ അതൊരു സ്പേം ബീജവുമായിട്ട് ചേർന്നിട്ടൊരു കുട്ടി ഉണ്ടാകാൻ പറ്റൂ. പക്ഷേ ഇത് നോർമലായിട്ട് എഗ്ഗ് ഉണ്ടാക്കില്ല. അഥവാ ഒന്ന് പീരീഡ് വരുന്നുണ്ടെങ്കിൽ പോലും ദിസ് ഉണ്ടാക്കുന്ന എഗ്ഗ് ഹെൽത്തി അല്ല. ദാറ്റ് ഈസ് PCOD. അപ്പോൾ PCOD എന്ന് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് PCOD? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. പിന്നെ ഓവറി നമ്മൾ പറഞ്ഞ പോലെ മസിൽ കൊണ്ടുണ്ടാക്കിയാൽ സോഫ്റ്റ് ഒരു ഓർഗനാണ്, ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. സോ അതിൽ ഫൈബ്രോയിഡ് പോലത്തെ കട്ടിയുള്ള മുഴകളല്ല വരുന്നത്. അതിൽ വരുന്നത് സിസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഓവേറിയൻ സിസ്റ്റ് ആണ് വരുന്നത്. ഓവറിയിൽ കട്ടിയുള്ള സംഭവങ്ങൾ വരാൻ പറ്റുന്നത് വളരെ കുറവാണ്. സോ ഓവറിയിൽ വരുന്ന എന്തായാലും ഇറ്റ് ഈസ് കോൾഡ് സിസ്റ്റ്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിൽ വെറുതെ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഒരു ബാഗ് ഫിൽഡ് വിത്ത് ലിക്വിഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് എ സിസ്റ്റ്, ദിസ് ഈസ് എ സിസ്റ്റ് എന്ന് എന്തെങ്കിലും ബോഡിക്കകത്തുള്ളതല്ല. എന്ത് പറഞ്ഞാലും ഇറ്റ് ഈസ് സിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് എ ബലൂൺ ഫിൽഡ് ഇൻസൈഡ് വിത്ത് വാട്ടർ, എ ബാഗ് ഫിൽഡ് വിത്ത് വാട്ടർ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അത് തന്നെ ഒവേറിയൻ സിസ്റ്റ്. ഇപ്പോൾ എല്ലായിടത്തും സിസ്റ്റ് വരും. കിഡ്നിക്കകത്ത് സിസ്റ്റ് ഉണ്ട്, ലിവറിൽ സിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ബട്ട് ഈ ഒവേറിയൻ സിസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം വെച്ചാൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് പിന്നെ ജീവിതത്തിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് കൊണ്ടുവരുന്നതാണ്. PCOD അങ്ങനെ വളരുന്ന സിസ്റ്റല്ല. PCOD ഈസ് വെരി ഡിഫറെൻറ്റ് മറ്റേ സിസ്റ്റുകളെക്കാളിലും. ഇപ്പോൾ ഓവറിയുടെ അസുഖങ്ങളെന്ന് പറഞ്ഞാൽ സിസ്റ്റ് എന്ന് ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ ഒരു 10-30 തരം സിസ്റ്റ് ഉണ്ട്. അത്രയും വെറൈറ്റി ഓഫ് സിസ്റ്റ് ഉണ്ട്. ആ സിസ്റ്റ് ഓരോന്നിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്. സോ ചിലതിന് ട്രീറ്റ്മെൻറ്റേ വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അത് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് ടൈപ്പ് ഓഫ് സിസ്റ്റ് എന്ന് കണ്ടുപിടിച്ച് ആദ്യമേ കണ്ടുപിടിക്കുന്നത് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഈ PCOD ഡോക്ടർ പറഞ്ഞ പോലെ സാധാരണക്കാർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ എന്താണ്? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആണ് PCOD. അപ്പോൾ പോളിസിസ്റ്റിക് എന്ന് വെച്ചാൽ ഒരുപാട് സിസ്റ്റുകളുണ്ട്. പോളിസിസ്റ്റിക് കുറേ കുമിളകൾ പോലെ, വലുതല്ല, ബബിൾസ് പോലെ ഇരിക്കും കണ്ടാൽ. പിന്നെ പുറത്ത് ക്യാമറ ഓൾവേസ് ഇത് ലാപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ക്യാമറ ഇടുമ്പോൾ കാണുന്ന ഇങ്ങനെ ഒരു കുമിള അതുപോലെ നമ്മൾ ഈ സീതാഫൽ എന്നൊക്കെ പറയില്ല, അതുപോലെ ഇരിക്കും. ഇങ്ങനെ കുമിളയായിട്ട് കുറേ ഒരു സമയം വലിയ സൈസിൽ, ഓവറി വേറെ ഒരു സൈസിലിരിക്കും, മുട്ട പോലെ ഇങ്ങനെ വലുതായിട്ട്. അപ്പോൾ അതിനകത്ത് മൊത്തം സോ യു കീപ്പ് ഓൺ പങ്ക്ചറിങ് ആൻഡ് ടേക്കിങ് ഇറ്റ് ഔട്ട്. ആൻഡ് അതുപോലെ അത് വന്നിട്ട് ലാപ്രോസ്കോപ്പിക് ഇലക്ട്രോകോട്രിയോസ് ഇതോ ചെയ്താൽ മതി, പങ്ക്ചർ ചെയ്താൽ മതി. സോ നാച്ചുറലി കുറച്ച് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ചൈൽഡ്. ഇതൊന്നും വേണ്ട. വി ക്യാൻ ഗിവ് എ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഫോർ 8 to 10 months. നല്ല സിവിയർ ആണെങ്കിൽ 8 to 10 months അല്ലെങ്കിൽ 6 to 8 months റിക്കവർ ചെയ്യണം. വെയിറ്റ് കുറയുന്തോളും അസുഖം കറക്റ്റായിക്കൊണ്ടേയിരിക്കും. ഒരാൾക്ക് അവരുടെ നോർമൽ ഹൈറ്റിലേക്ക് ഒരു കുട്ടി വെയിറ്റിലേക്ക് വരുമ്പോൾ നമ്മളും വെളിയിൽ നിന്ന് ഹോർമോണിനെ ബാലൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ, പിന്നെ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല. സോ പെർഫെക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ് PCOD. ചെറുപ്പത്തിലേ ചെയ്യണം. കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കുട്ടി മിണ്ടാതെ ഇരിക്കും. കരിച്ച് 2-3 മാസം പീരീഡ് വരത്തില്ല. ഇറ്റ്സ് ഹാപ്പി ഫോർ എ ചൈൽഡ്. ടീനേജ് ഒരു കുട്ടിക്ക് എന്താണ് പീരീഡ് വന്നില്ല എന്ന് പറഞ്ഞാൽ സന്തോഷം. ഈ പീരീഡ് പാഡ് വെച്ചുകൊണ്ട് കിടക്കണ്ടല്ലോ. സോ ആ ഒരു ഇത് വീട്ടിലെ പറയില്ല. പക്ഷേ ഡോക്ടർ, ഈ PCOD ഉള്ള പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് കേട്ടിട്ടുള്ളത്, കുട്ടികളുടേത് മാത്രമല്ല, തടി കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്താലും തടി കുറയുന്നില്ല. അത് എക്സസൈസ് ചെയ്താലും ഡയറ്റ് കൺട്രോൾ ചെയ്താലും ഒന്നും കുറയാത്തൊരു അവസ്ഥ. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രോപ്പറായിട്ട് ഹോർമോണിനെയും കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഹോർമോണിനെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ തടി മാത്രം കുറയ്ക്കാൻ, ഇതെല്ലാം വേണം. സി ഇപ്പോൾ ഇഫ് ഐ ഹാവ് മെനി PCOD ഗേൾസ്, അല്ല ഗേൾസ് എന്നല്ല, മിഡിൽ ഏജ്ഡ് വുമൺ ഓൾസോ. സോ ഈ PCOD ഹൗ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഓൺലി ഐ ഗിവ് 4 ടാബ്ലറ്റ് കൊടുത്താൽ ശരിയാവുന്ന അല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്.
വന്ന ഉടനെ ഫസ്റ്റ് കൊടുക്കേണ്ടത് നോക്കേണ്ടത് ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ, എത്ര വെയിറ്റ് BMI കറക്റ്റ് ആണോ. BMI കറക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും, മിക്കവാറും എല്ലാം മറ്റേ ഹെവി PCOS ആയിരിക്കും. സോ അപ്പോൾ ബോഡി വെയിറ്റ് എത്ര വേണോ അതിനേക്കാളും മിനിമം ഒരു 15-20 കിലോ കൂടുതലുള്ളവരായിരിക്കും യൂഷ്വലി. 10 കിലോയ്ക്കെങ്കിലും മുകളിലായിരിക്കും. അപ്പോഴാണ് ഈ PCODയുടെ തുടക്കം. സോ അനാവശ്യമായിട്ടുള്ള ഹോർമോണ് ഈ ഫാറ്റിൽ നിന്ന് ഉണ്ടാവാൻ തുടങ്ങും. ആദ്യം വെയിറ്റ് കൂടും. എന്തുകൊണ്ട്? ഈ കുട്ടികൾക്ക് നമ്മൾ ഫീഡ് ചെയ്യണത് അതുപോലെ ആയിരിക്കും. എല്ലാവരുടെയും വിചാരം ഇന്നലെ വന്നതാണെന്നല്ല, 5-6 വയസ്സ് തൊട്ടേ ശ്രദ്ധിക്കണം പെൺകുട്ടികൾക്ക് വന്നിട്ട് കൊടുക്കുന്ന ഫുഡ് എന്തുവാണെന്നുള്ളത്. ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ ചില അമ്മമാര് സ്നേഹം കൂടുമ്പോ അമ്മമാര് മാത്രമല്ല മാമന്മാര്, ചിറ്റപ്പന്മാര് എല്ലാവരും വരുമ്പോഴത്തേക്കും ഡു യു ഹാവ് എവർ സീൻ, പണ്ടൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. വീട് ഒരു അസുഖമാണെങ്കിൽ പോലും ഫ്രൂട്ട്സും വാങ്ങിച്ചുകൊണ്ട് വരും. ഇപ്പൊ എന്താ പഫ്സ്, ബർഗർ, പിസ്സ, പിന്നെ വന്നിട്ട് വേറെന്തുകൊണ്ട് ബേക്കറിയിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ചോക്ലേറ്റ്സ്. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? എന്റെ പേര് രേവതി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു. ഓക്കെ രേവതി, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓവറിയെ ബാധിക്കുന്ന അസുഖങ്ങളും ചികിത്സയാണ്. ഡോക്ടറോട് സംസാരിക്കാം. രേവതി, ഞാൻ എന്റെ റിലേറ്റീവിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അയാൾക്ക് ഇപ്പൊ 52 വയസ്സുണ്ട്. അയാൾക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ട് എപ്പോഴും ബ്ലീഡിങ് ആണ്. അപ്പൊ ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ അവര് പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണമെന്ന്. എന്താ കാരണം? ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ്. അല്ലല്ല, ഡിസീസ് എന്തുവാണ് സ്കാനില്? അഡിനോമയോസിസ് ആണോ? തോന്നുന്നു, എനിക്ക് അങ്ങനെ. എന്തായാലും വന്ന് കാണാൻ പറയൂ. റിമൂവ് ഒന്നും ചെയ്യണ്ട. അഡിനോമയോസിസ് ഒക്കെ ആണെങ്കിൽ വി ക്യാൻ ട്രീറ്റ്. അനാവശ്യമായിട്ട് ഗർഭപാത്രം വയറെരിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. സോ വി ക്യാൻ ട്രീറ്റ്. ഇപ്പൊ നമ്മുടെ ക്യാമ്പയിൻ തന്നെ അതാണ്, സേവ് വുമൺ ഓർഗൻസ്. അനാവശ്യമായിട്ട് യൂട്രസോ ഓവറിയോ എടുത്ത് മാറ്റാൻ പാടില്ല. ഇപ്പം 1-2 ഒരു സ്ത്രീക്ക് യൂട്രസ് ഇല്ല, അതിൻ്റെതായ എല്ലാ ദോഷങ്ങളും പിന്നെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എല്ല് തേയ്മാനം തൊട്ട് മാനസിക വിഭ്രാന്തി തൊട്ട് എല്ലാ കാര്യങ്ങളും. സോ നോ നീഡ് ടു റിമൂവ്. ലെറ്റ് us see what it is. യഥാർത്ഥ അസുഖം എന്താണെന്ന് അറിഞ്ഞിട്ട് വി വിൽ ട്രീറ്റ് ഡെഫിനറ്റ്ലി. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. ഐ എം ട്രീറ്റിംഗ് മെനി പീപ്പിൾ ലൈക്ക് ദാറ്റ്. സോ ഡോണ്ട് റിമൂവ് അൺനെസസറി. പറഞ്ഞ ഉടനെ എടുത്ത് മാറ്റാനുള്ള സാധനമല്ലത്. അത് കഴിയുമ്പോഴത്തേക്കും കുറേ വേറെ പ്രോബ്ലംസ് വരും. സോ പ്ലീസ് സ്റ്റേ പുട്ട്. അതെന്താണെന്ന് അതാ പറഞ്ഞത്. ആസ്ക് ഹർ ടു കം ടു മീ വിത്ത് ദ സ്കാൻ റിപ്പോർട്ട്. പേട്ടയിൽ പുനർജനി ഹോസ്പിറ്റലിൽ അക്ഷരവിദ്യ. ലെറ്റ് മീ സി, ഐ ഗിവ് എ സെക്കൻഡ് ഒപ്പീനിയൻ. എടുക്കണം എന്നുള്ളത് അത് ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്നിനും എടുക്കാറില്ല. ക്യാൻസറിന് ഒഴിച്ച് വേറെ ഒന്നിനും എടുക്കാറില്ല. ക്യാൻസർ വളരെ റെയറായിട്ടുമാണ് വരുന്നത്. സോ എല്ലാം അകത്ത് വെച്ചുകൊണ്ട് തന്നെ ചികിത്സ ചെയ്യാൻ പറ്റും. യൂട്രസിൻ്റെ കാര്യങ്ങൾ, ഓവറിയുടെ കാര്യങ്ങൾ, സിസ്റ്റുകളെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലുതായി പോയാൽ ചിലപ്പോൾ നമുക്കത് ലാപ്രോസ്കോപ്പി വഴി സിസ്റ്റ് മാത്രം മാറ്റം ചെയ്യേണ്ടി വരും, ഓവറി മാറ്റം ചെയ്യേണ്ടി. സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. സോ ആസ്ക് ഹർ ടു കം. എന്റെ മുത്തശ്ശിക്ക് ഇതുപോലെ ഇപ്പൊ വന്നായിരുന്നു, 72 വയസ്സുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ക്യാൻസറിന്റെ തുടക്കമാന്ന് പറഞ്ഞ് അത് റിമൂവ് ചെയ്തു. ഓക്കെ, അത് ആയിക്കോട്ടെ. ബട്ട് ഇവർക്ക് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് പോരെ റിമൂവ് ചെയ്യണേ. കാരണം പോലും അറിയാതെ ഒരാളുടെ ഒരു അവയവം എടുത്ത് കളയാൻ പറ്റുമോ? ലൈവിൽ കണ്ടോണ്ടാണ് അപ്പൊ വിളിച്ചു ചോദിക്കാവുന്ന. ലൈവില് വരണത് ഇതിനു വേണ്ടിയാണ്. ഇറ്റ്സ് എ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് റിമൂവിങ് വുമൺ ഓർഗൻസ്. ദാറ്റ് ഈസ് മൈ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഫോർ വിമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മോട്ടീവ് തന്നെ അതാണ്. എത്രത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ ഗർഭപാത്രം, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത്, 2 ഒരു സ്ത്രീക്ക് ഗർഭപാത്രം എടുത്ത് മാറ്റുക എന്നുള്ളൊരു അവസ്ഥയായിരിക്കുകയാണ് ഇപ്പോൾ. സോ പ്ലീസ് അത് എത്രയും തടയാൻ പറ്റുമോ അത്രയും തടയാനാണ് വി ആർ വർക്കിംഗ് ഫോർ. പിന്നെ എടുത്ത് മാറ്റിയവർക്ക് അവരുടെ ലൈഫ് ക്വാളിറ്റി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ എടുത്ത് മാറ്റണം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്ത് അസുഖം എന്ന് പോലും അറിയാതെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. വി വിൽ ഹാവ് ടു സീ എന്തോ ആണെന്ന്. ഇപ്പോൾ പറഞ്ഞു വരുന്ന കേൾക്കുമ്പോൾ അഡിനോമയോസിസ് പോലെ തോന്നുന്നു. അതാണ് പീരിയഡ്സ് നിൽക്കാത്തത്. സോ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് വെരി വെൽ. അതിൻ്റെ സിവിയർ കേസസ് വരെ ഉണ്ട് നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ, ഗെറ്റിംഗ് മച്ച് ബെറ്റർ. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് പീരിയഡ് നിൽക്കാൻ പോണ ഈ സമയത്ത് എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമില്ല. ആസ്ക് ഹർ ടു കം
ഒരു ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് എന്താ അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് ലെറ്റ് us see. കാണും മുമ്പേ എടുത്ത് മാറ്റാൻ പറ്റുമോ ഒരു അവയവം? എന്താണെന്ന് അറിയും മുമ്പേ. ഡോണ്ട് ആസ്ക് ടു അങ്ങനെ റഷ് ചെയ്യേണ്ട കാര്യമില്ല. വരാൻ പറയും. ഓക്കെ റൈറ്റ്. ഓക്കെ രേവതി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിലാണ്, പുനർജനി ഹോസ്പിറ്റൽ. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് ആ സ്കാൻ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ഒന്ന് ഡോക്ടറിനെ ചെന്ന് മീറ്റ് ചെയ്യുക. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു ഓർഗനും ആവശ്യമില്ലാതെ എടുത്തു കളയാനുള്ളതല്ല. കാരണം അത് പിന്നീട് നമ്മുടെ ലൈഫിനെ വലിയ മോശമായ രീതിയിൽ ബാധിക്കുന്നുള്ളത് എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഡോക്ടർ നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറിയുടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, PCOD. ഡോക്ടർ ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്, നമുക്കൊന്ന് എടുക്കാം. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഞാൻ ഷബിനയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു ഷപ്ന? ട്രിവാൻഡ്രം. ഓക്കെ ഷപ്ന, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഓവറിയെ ബാധിക്കുന്ന അസുഖവും അതിന്റെ ചികിത്സയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ അതെ. യെസ് ഷബ്ന പറഞ്ഞോ. ഡോക്ടർ, എനിക്ക് PCOD ഉള്ള ഒരാളാണ് ഞാൻ. കാരണം പിന്നീട് ഞാൻ പീരീഡ്സ് ഇറഗുലർ ആയി വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഗൈനക്കിനെ കൊണ്ട് കാണിച്ചു. അത് പറഞ്ഞു ഏജ് എത്ര? എനിക്കിപ്പോൾ 20 ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു 16 വയസ്സ് മുതൽ എനിക്ക് പീരീഡ്സ് റെഗുലർ അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തത് പറഞ്ഞു എനിക്ക് PCOD ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ആയിരുന്നു. നന്നായിട്ട് വെയിറ്റ് ഒക്കെ കുറച്ചപ്പോൾ കുഴപ്പമില്ലാതെ പീരീഡ്സ് കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടിരുന്നു. കുറച്ച് വെയിറ്റ് കൂടുമ്പോൾ വീണ്ടും 2 മാസം 3 മാസം ഇങ്ങനെയൊക്കെ വൈകുവാണ്. പിന്നെ ഒരു 4 മാസം 5 മാസത്തോളം ഇത് കറക്റ്റ് ആയിട്ട് വരും. വീണ്ടും ഇച്ചിരി കഴിയുമ്പം വീണ്ടും അത് 2 മാസം 3 മാസം വൈകും. അപ്പൊ എനിക്ക് ഇതിനെ തിരിച്ച് വരുമ്പോ 2 ബ്രസ്റ്റും നന്നായിട്ട് വേദന വരുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇത് പറഞ്ഞ പോലെ എല്ലാം ഒരു ഹോർമോണിന്റെ പ്രശ്നമാണ്. പിന്നെ 1-2 മാസത്തെ ട്രീറ്റ്മെന്റിൽ അങ്ങനെ മാറുന്ന അല്ല PCODക്ക് വന്നിട്ട് മരുന്ന് കൊണ്ട് മാത്രവും ചികിത്സ ഉണ്ടാവില്ല. സോ മരുന്ന് വേണം. യു ഷുഡ് ഹോർമോൺസിന് റിവേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ വേണ്ടാത്ത ഹോർമോൺ ബോഡിയിൽ കൂടുതലും വേണ്ട ഹോർമോൺ കുറഞ്ഞു പോകുന്നതാണ് PCOD. സോ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ്ങും ട്രീറ്റ്മെൻറ്റും പെർ മന്ത്ലി വേണം കേട്ടോ. ഇപ്പോൾ മാരീഡ് ഒന്നും അല്ലല്ലോ? ഇല്ല, എനിക്ക് 8 മന്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മാരേജ്. സോ അതാ പറയണ ട്രീറ്റ് ബിഫോർ ദാറ്റ്. അതിന് മുമ്പേ നമ്മളിത് ട്രീറ്റ് ചെയ്ത് ഇഫ് യു ക്യാൻ കം ടു മീ, ഐ ക്യാൻ. ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ യു ക്യാൻ കം ടു മീ. പേട്ടയിലാണ്. പിന്നെ സോ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം പോരാ. ദറ്റ് ഐ വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷണൽ അഡ്വൈസും വേണം. ഈ വെയിറ്റ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെയും കൂടണമെന്നറിയാമോ? അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാതെ ഉള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ്. ഐ ഹാവ് എ വെയിറ്റ് ലോസ് ക്ലിനിക് ഓൾസോ. അപ്പോൾ അതിൽ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം പറ്റും. ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമുക്ക് എല്ലാ കാലത്തും അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. സോ അത് കൃത്യമായിട്ട് ആ അഡ്വൈസാണ് വെരി ഇമ്പോർട്ടൻറ്റ് PCODക്കാർക്ക്. അത് യൂഷ്വലി ആരും കൊടുക്കാറുമില്ല. കുറേ മരുന്ന് എഴുതി കൊടുത്തത് കൊണ്ടൊന്നും PCOD മാറുമൊന്നുമില്ല. അങ്ങനെ ദേഹത്തിൽ നിന്ന് എടുത്ത് കളയാനും പറ്റില്ല. എപ്പോഴൊക്കെ ആസ് യു സെഡ്, എപ്പോഴൊക്കെ നമ്മളുടെ ദേഹവെണ്ണം കൂടുന്നു വീണ്ടും ഹോർമോൺ ഇതാകും. സോ കുറേ കാലത്തേക്കെങ്കിലും യു വിൽ ഹാവ് ടു മെയിൻറ്റെയിൻ ലൈക്ക് ദിസ്. ഇല്ലെങ്കിൽ കുട്ടികളുണ്ടാവാൻ ഭാവിയിൽ നല്ല പ്രയാസമായിരിക്കും. സോ ഗെറ്റ് ട്രീറ്റഡ് പ്രോപ്പർലി. ഓക്കെ, യു ക്യാൻ കം ടു മീ. ഓക്കെ ഷപ്ന, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, സോ നെക്സ്റ്റ് PCODയെ പറ്റി എല്ലാവർക്കും അറിയാം. സോ PCOD പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ലൈഫ് സ്റ്റൈൽ മാറ്റണം. സോ പലരും അഡ്വൈസസ് കൊടുക്കാറില്ല, ബട്ട് ന്യൂട്രീഷണൽ അഡ്വൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വെയിറ്റ് ലോസ് ക്ലിനിക്കിന് ഇതിൻ്റെ കൂടെ ചേർത്ത് നടത്തുന്ന അതിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് അതനുസരിച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതും കൂടി പറഞ്ഞു കൊടുത്താലേ ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ. പോയി വെയിറ്റ് കുറച്ചിട്ട് വന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. 4 ദിവസം ജിമ്മിൽ പോകുമ്പോൾ കാല് പിടിക്കും, കാല് വേദന വരും, ദെൻ നോബഡി വിൽ ഗോ. സോ ജിമ്മിൽ പോയി വെയിറ്റ് കുറയ്ക്കുക, ഇതെല്ലാം പിന്നെ ഫസ്റ്റ് തിങ് എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിനെ മാറ്റണം, ലൈഫ് സ്റ്റൈലിനെ മാറ്റണം. ദിസ് ഇസ് വാട്ട് സിമ്പിൾ തിങ്സ് ഇസ് ഇനഫ്. സോ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് മരുന്നുകൾ തുടങ്ങിയാൽ വല്ല ഗുണമുണ്ട്. അത് മാത്രമല്ല മാജിക്ക് പോലെ ലൈക്ക് 1 or 2-3 മന്ത്സിൽ പോകുന്നില്ല. 5-6 വയസ്സ് തൊട്ടേ കുട്ടിക്ക് തുടങ്ങിയ ഒരു സംഭവമാണിത്. പിന്നെ പീരിയഡ്സ് വന്നപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് ഇത് ഈ സംഭവം ശരിയാവുന്നില്ല എന്നുള്ളത്. സോ വി വിൽ ഹാവ് ടു ടേക്ക് സം ടൈം. അപ്പോൾ ഈ കല്യാണമൊക്കെ ആവണതിന് മുമ്പേ സമയമുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇത് ചെയ്ത് തീർത്തിട്ട് കുഞ്ഞിനെ അതുപോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കണം. വല്ലപ്പോഴും ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഈ അൺടുവേർഡ് ആയിട്ടുള്ളത് കഴിക്കാം,
അങ്ങനെ ഇപ്പോൾ. സോ ദാറ്റ് ഈസ് അബൌട്ട് PCOD. സോ നെക്സ്റ്റ് ഇസ് അത് പിന്നെ PCODക്ക് പോയി ദയവേദി IVF ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് അനദർ അഡ്വൈസ് ഫ്രം മീ. ചുമ്മാ അതിനൊരു ബിസിനസ് ആക്കരുത്. ബിക്കോസ് PCOD ഡസൻ നീഡ് എനി IVF. PCODക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും മാക്സിമം പോയാൽ ലാപ്രോസ്കോപ്പിക് പങ്ക്ചറും ചെയ്ത് നോക്കിയാൽ വിതിൻ 1 ഇയറിൽ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്, എൻ്റെ അനുഭവം പറയുകയാണ്, ആർ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഹസ്ബൻഡിൻ്റെ 7 കൗണ്ടും കൂടെ നന്നായിരുന്നു. സോ PCOD വലിയൊരു കാരണമാണ് ഇൻഫെർട്ടിലിറ്റി, കുട്ടികളുണ്ടാവാതിരിക്കുക. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബിസിനസ് നടക്കുകയാണ്. സോ ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. പ്രോപ്പറായിട്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ അങ്ങ് ട്രീറ്റ് ചെയ്താൽ, കൊച്ചുകുട്ടിയൊക്കെ മരുന്ന് കൊടുത്തില്ല, അങ്ങനത്തെ മരുന്നല്ല ഇത് കൊടുക്കാൻ പോകുന്നത്. ദിസ് ഈസ് പക്ക PCODക്ക് വേണ്ടി എല്ലാ ലോകത്തും എല്ലാവരും കഴിക്കുന്ന, ടീനേജേഴ്സ് കഴിക്കുന്ന സിമ്പിൾ മെഡിസിനാണ്, ഹോർമോൺ ബാലൻസിന് ശരിയാക്കുന്നത്. സോ അത് മാത്രമല്ല, ന്യൂട്രീഷൻ ഉണ്ടാവും അതിൻ്റെ കൂടെ. സോ അതെല്ലാം വേണം. അപ്പോൾ അത് മാത്രമല്ല, അവർക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സോ PCODക്ക് വേണ്ടിയിട്ട് ഉള്ള മെയിൻ പ്രോബ്ലം കുട്ടികളുണ്ടാവുന്നില്ല. സോ ഓവറിയുടെ ഒരു മെയിൻ അസുഖത്തിൽ ഇപ്പോൾ എല്ലാവർക്കും പൊതുവായിട്ട് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്കുണ്ട്. 10ൽ 8 പേർക്കും ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻ മൈ OP അറ്റ്ലീസ്റ്റ് 10 ഗേൾസ്ക്കും 8 ഓഫ് ദം ആർ ദെയർ. സോ അത് ഒരു സൈഡിൽ. വേറെ ഒന്ന്, ഇതുപോലെ കുട്ടികളുണ്ടാവാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഓവറിയുടെ ഡിസീസ് എല്ലാവർക്കും അറിയാമെന്നുള്ള എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. ഓവറിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ സിസ്റ്റ് എന്ന് പറയുന്നത് പല തരത്തിൽ വരാം. അതിൽ വന്നിട്ടൊരു ബലൂണാണ്. അത് മാസം തോറും മാസക്കുള്ളി വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് വീണുകൊണ്ടേയിരിക്കും. ആ ഫ്ലൂയിഡിൻ്റെ എന്ത് ഫ്ലൂയിഡ് എന്നനുസരിച്ചിട്ടായിരിക്കും സിസ്റ്റിൻ്റെ പേര് മാറുന്നത്. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് വിത്ത് ഫ്ലൂയിഡ്. സോ ആ ബാഗിനകത്ത് എന്ത് ഫ്ലൂയിഡ് അതനുസരിച്ചിട്ട് സിസ്റ്റിന് നമുക്ക് പേര് മാറ്റും. സോ അതിൽ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നല്ലോണം വേദന ഉണ്ടാക്കും പീരിയഡ് ടൈമിൽ. ഒരു സൈഡിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അവിടെ നിന്ന് ഓരോ പീരിയഡ് ടൈമിൽ ഈ ബലൂണിനകത്ത്, ഈ ഓവറിയിലൊരു ചെറിയ ബലൂൺ വരും, അതിനകത്ത് ഈ ബ്ലഡ് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദാറ്റ് വിൽ ബിക്കം ചോക്ലേറ്റ് കളർഡ്. ബ്ലഡ് ഇരുന്നിരുന്ന് ചോക്ലേറ്റ് പോലത്തെ കളറിലേക്ക് ക്ലോട്ടായി മാറും. സോ ഓരോ പീരീഡും ബ്ലഡ് വീണ് ഈ 1, 2, 3 സെൻറ്റിമീറ്ററിൽ ആ വേദന വരുമ്പോഴേ കണ്ടുപിടിച്ചാൽ നമുക്ക് ഷുവറായിട്ടും, നൗ ഐ ആം ട്രീറ്റിംഗ് മെനി ഓഫ് ദം വിത്ത് 2, 3, 4, 5, 6 സെൻറ്റിമീറ്റർ വരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് താഴെ. സോ 6 സെൻറ്റിമീറ്ററിന് മുകളിലൊക്കെ പോയാൽ വിൽ ഹാവ് ടു ലാപ്രോസ്കോപ്പിക്കലി അസിസ്റ്റ് മാറ്റേണ്ടി വരും മിക്കവാറും. അതാണ് ലാപ്രോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ 7 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ. ഇപ്പോൾ എനിക്ക് 6 സെൻറ്റിമീറ്റേഴ്സ് 7 സെൻറ്റിമീറ്റേഴ്സ് വരെ ഐ എം ഗെറ്റിംഗ് ഗുഡ് റിസൾട്ട്സ്. സോ അതുകൊണ്ട് ഐ ക്യാൻ ക്ലെയിം ദറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് 6 സെൻറ്റിമീറ്റർ വരെ ഓക്കെ. അത് അത്രയും പ്രിക്കോഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എമർജൻസി വരാൻ സാധ്യതയുണ്ട്, ബട്ട് ഇത്രയും പ്രിക്കോഷൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാവൂ. സോ എൻഡോമെട്രിയോസിസ് അകത്ത് സിസ്റ്റിനകത്ത് ബ്ലഡ് വീഴുന്ന ഒരു സംഭവം. പീരിയഡ് നടന്നുകൊണ്ടേ ഇരുന്നാൽ ഇത് വീണുകൊണ്ടേയിരിക്കും, വലുതായിക്കൊണ്ടേയിരിക്കും. സോ വേദന വരുന്നു, കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ, ഒരു സ്കാൻ പോലും ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നാൽ ഇതായിരിക്കും ഇത്. പിന്നെ സ്കാനിൽ കാണാൻ പ്രയാസവും ആയിരിക്കും. ചിലപ്പോൾ ഒന്നുമേ ഇല്ലയെന്ന് കാണിക്കും ഓവറിയിൽ. കുറച്ചത് 3-4 സെൻറ്റിമീറ്റർ ആവുമ്പോഴേ ചിലപ്പോൾ ഓവറിയില്ല സിസ്റ്റായിട്ട് അത് കാണിക്കുള്ളൂ, അല്ലെങ്കിൽ കാണിക്കത്തില്ല. സോ ഇറ്റ് ഹാസ് ടു ബി വെരി ക്ലിയർ. ഈ പെയിൻ വരുമ്പോഴേ നമുക്കതിനൊരു പോംവഴി ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയ സ്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് നോക്കിയിട്ട് സിസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നല്ല പീരിയഡ് പെയിൻ വരുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ഷീ വിൽ ഹാവ് സം ഓവേറിയൻ സിസ്റ്റ്. അതിൽ മിക്കവാറും അത് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സാധാരണക്കാർ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അകത്ത് ബ്ലഡ് ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് കളർ. സോ അതേപോലെ അകത്ത് ഒരു യെല്ലോ ലിക്വിഡ്, സിറസ് ലിക്വിഡ് എന്ന് പറയും, അതെന്ന് പറഞ്ഞാൽ സിറസ് സിസ്റ്റ്. അതേപോലെ ഒരു പഴുപ്പ് പോലത്തെ സിസ്റ്റ് ആണെങ്കിൽ മ്യൂസിനസ് സിസ്റ്റ്. സോ എവറിത്തിങ് ഹാസ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത്രയും ഇതല്ല, ഇത് പറഞ്ഞു പോയാൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷെ അത് കോമൺ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കോമൺ ആയിട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ 2 കാരണങ്ങളേ ഉണ്ട്. ഒന്ന്, ആളുകൾക്കെല്ലാം അറിയാവുന്നുള്ളത്, ഒന്ന് ഈ എൻഡോമെട്രിയോസിസ് വന്നിട്ട് ഭയങ്കര വയറുവേദനയും, PCOD പോലെയല്ല, പീരിയഡ് വരാതിരിക്കുക, എല്ലാ മാസവും വരും, പക്ഷേ എല്ലാ മാസവും വരും, പ്രസവ വേദന പോലെ വരും. ആ പെയിന് ഭയങ്കര ബ്ലീഡിങ്ങും വരാൻ സാധ്യതയുണ്ട്. സോ പെയിൻ വിൽ ബി ഇൻടോളറബിൾ, എസ്പെഷ്യലി 1 സൈഡഡ് പെയിൻ വിൽ ബി ദർ. വെച്ചാൽ ഓരോ മാസവും 2 ഓവറി എന്തിനാണ് വെച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഓവറി ഇന്ന് വർക്ക് ചെയ്യും, ഈ മാസം, അടുത്ത മാസം മറ്റേ ഓവറിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഒന്നില്ലെങ്കിലും മറ്റേത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ടേക്കപ്പ് ചെയ്യും. സോ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓവറി എന്നുള്ളത് കൊണ്ടാണ് ദൈവം തന്നെ 2 എണ്ണം വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈസി ആയിട്ട് എടുത്ത് വെളിയിൽ ഈ ഓവറിയും യൂട്രസും എല്ലാം കൂടി എടുത്ത് കളയുന്നത്. സോ ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിലും മറ്റേത് വർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വെച്ചിരിക്കുന്ന കിഡ്നി, ലങ്സ് പോലെയുള്ള ഒരു സംഭവത്തിലൊന്നാണ് ഈ ഓവറിയും. സോ വേറെ ഒരു ഓർഗൻ ഇങ്ങനെ 2 ഇല്ല. സോ പ്ലീസ് സീ ടു ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി റീറ്റെയിൻഡ്. അത് ആദ്യമേ പെയിൻ വരുമ്പോൾ ദയവേത് ഡു എ സ്കാൻ. സാധാ അൾട്രാസൗണ്ട് സ്കാനിൽ ചിലപ്പം കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല.
വെജൈനൽ സ്കാൻ. സോ അപ്പോൾ കുറച്ച് കാണാൻ പ്രയാസമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് MRI അങ്ങനെ വന്ന് സ്വിച്ച് ഓവർ ചെയ്തിട്ട് വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ആൻഡ് ട്രീറ്റ് ഇറ്റ്. ട്രീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും മാറാത്ത ഇതിൽ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ സൈസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതേപോലെ ഈ ഓവറിയിൽ ക്യാൻസേഴ്സിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ലൈക്ക് വേദന വരും, ബ്ലീഡിങ് വരും, ഒരു ഏജിന് ശേഷമാണ്. പക്ഷേ എപ്പോഴും ഇതിനെയൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. സോ ഒവേറിയൻ ക്യാൻസേഴ്സ് ഉണ്ട്, ബട്ട് അത് ആദ്യമേ കണ്ടുപിടിച്ചാൽ അതും ട്രീറ്റബിൾ ആണ്. ഒരുപാട് പേരുണ്ട് ആദ്യമേ കണ്ടുപിടിച്ച് ചെയ്യേണ്ടത്. സോ ഇത്രേ പറയുന്നുള്ളൂ. 6 മാസം കൂടുമ്പം പ്ലീസ് ഡു എ സ്കാൻ. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു 30 ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക്, പെൺകുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് പറയുമ്പോൾ ദയവ് ചെയ്ത് പീരീഡ് വരുന്നില്ല എന്ന് പറഞ്ഞാലും വരുമ്പോൾ വേദനയുണ്ടെന്ന് പറഞ്ഞാലും ഇത് രണ്ടും ആവാം. ഭാവിയിൽ പിന്നെ കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഡോണ്ട് IVF സെൻറ്റേഴ്സ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. IVFലും ഒരു ഗ്യാരണ്ടി ഇല്ല. 30% ഉണ്ടായാൽ ഉണ്ട്, 70% ഉണ്ടാവാതിരിക്കാനാണ്. സോ അതുകൊണ്ട് ഇതെല്ലാം എപ്പോഴെങ്കിലും ട്രീറ്റ് ചെയ്താൽ മതി. അറിയിക്കാതിരിക്കുക, മറ്റുള്ളവരെ കല്യാണം കഴിക്കുമ്പോൾ അറിയിക്കാതിരിക്കുക, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. ആര് പോയി സ്കാൻ ചെയ്താലും ഇത് അറിയാൻ പോവുകയാണ്. സോ കല്യാണത്തിന് മുമ്പേ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് ധനവും ഇതൊക്കെ കനകവും ഒക്കെ ശരിയാണ്, ബട്ട് ദ മെയിൻ തിങ് ഇസ് ഹെൽത്ത് ആണ്. സോ ബിഫോർ മാരേജ് പ്ലീസ് ട്രീറ്റ് ഓൾ ദീസ് തിങ്സ് വിച്ച് യുവർ ചൈൽഡ് ഹാസ്, ഗേൾ ചൈൽഡ് ഹാസ്. സോ ഗേൾ ചൈൽഡിൻ്റെ എംപവർമെൻറ്റ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ദെയർ മെൻസ്ട്രൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഗൈനക്കോളജി ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ അത് ഹെൽത്തി ആകുമ്പോഴത്തേക്ക് പകുതി സംഭവം കറക്റ്റായി. അതിനാണല്ലോ എപ്പോൾ നോക്കിയാലും കുട്ടികൾക്ക് ഓരോ പ്രശ്നം വന്നില്ല, ഈ കുട്ടി ഉണ്ടായില്ല, അതുണ്ടായില്ല. ലൈഫിനെ ഇറ്റ് മേക്സ് ലൈഫ് ഹെൽ. ഈ ഓവറിയൻ സിസ്റ്റം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാകാതാക്കുമ്പം ആ ജീവിതം തന്നെ ഹെല്ലായി. പിന്നെ എല്ലാ പ്രശ്നവും ആ കുട്ടിയുടെ തലയിലാവും. സോ ദയവ് ചെയ്ത് നിങ്ങളുടെ പെൺകുട്ടികളെ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഡു എ സ്കാൻ, ട്രീറ്റ് ദം പ്രോപ്പർലി ബിഫോർ മാരേജ് ഇറ്റ്സെൽഫ്. അവരുടെ ആ വേദനയെ അല്ലെങ്കിൽ പീരീഡ് വരാത്തതിനെ ദയവ് ഇത് ഓവർലുക്ക് ചെയ്യരുത്, അതിനെ വന്നിട്ട് ഉപേക്ഷിക്കരുത്. സോ ഇറ്റ് ഈസ് യുവർ ചൈൽഡ്. നാളെ IVF സെൻറ്റർ തോറും ഓടേണ്ട കുട്ടിയല്ല അത്. ഷീ ഷുഡ് ഹാവ് സെൽഫ് റെസ്പെക്ട്. സോ ഷീ ഷുഡ് ബി ഹാവിങ് ഹെൽത്ത് ഓൾസോ. സോ പ്ലീസ് സീ ടു ദാറ്റ്. ട്രീറ്റ് യുവർ ചൈൽഡ് before it gets late. Prevention is better than cure. So every 6 months അല്ലെങ്കിൽ കുട്ടി പ്രോബ്ലം പറയുമ്പോൾ please do a scan and power to all women. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.